الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد المرسلين. إلهي نجني من كل ضيق بجاه المصطفى خير الجميع. فهب لي في مدينته قرارا برزقا ثم دفنا بالبقيع. ബഹുമാനായ ശൈഖുന കോടമ്പ ഉസ്താദ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സ്നേഹമുള്ള പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മവന്മാർ, അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവന്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ. നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെടുത്തുമാറാകട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള പരീക്ഷണ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും ബന്ധപ്പെട്ടവരെയും കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ശൈഖുന അല്പസമയമാണെങ്കിലും ഒരു മോഹനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തറക്കുന്ന ചില നസീഹത്തുകളാണ് ശൈഖുന നമുക്ക് നൽകിയത്. ഞാനിവിടെ ഒരു ദീർഘപ്രഭാഷണം നടത്തുന്നില്ല. ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ ഞാനൊക്കെ SSFിൽ പ്രവർത്തിക്കുന്ന കാലം തൊട്ട് ശൈഖുന അന്ന് ഓർമ്മിക്കൊണ്ടിരിക്കുന്ന വിസാരിയുടെ തുടർലേഖനം തുടർച്ചയായി വായിക്കുന്നവനും ഒരുവനാണ് വിനീതൻ. ശൈഖുന എഴുതി പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ ധാരാളം വായന പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വിനീതൻ. ഇവിടുന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയിട്ട് പല മുമ്പ് ആ നല്ല സമയത്ത് പോലും എഴുതിയിരുന്ന പല ലേഖനങ്ങളും എന്റെ കൽബിൽ തറക്കുകയാണ്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതിലെ തങ്ങളുടെ ഉസ്താദും നമുക്ക് വേണ്ടുന്ന നസീഹത്തുകൾ നൽകി. ഞാൻ ഇവിടെ ഇമ്പമുള്ള കുടുംബം എന്ന ഒരു വിഷയമാണ് ഞാൻ നോട്ടീസിൽ നിന്ന് കാണുന്നതും. അപ്പോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമുക്ക് നിർത്താം. ഇമ്പമുള്ള കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വഴിയിൽ ഒന്ന് നമ്മുടെ കുടുംബമാണ്. കുടുംബം കാരണമായി സ്വർഗത്തിൽ കിടക്കാനും അതുപോലെ വലിയ വലിയ ടെൻഷനുകൾ അനുഭവിക്കേണ്ട ഗതികേടും എല്ലാം ഇതിലൂടെ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിഷയം സ്വന്തം കുടുംബങ്ങൾ വെച്ചതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ നമ്മുടെ കുടുംബം അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ പെട്ടെന്നിറങ്ങിയിരുന്ന് നമ്മുടെ മുന്നിൽ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. 25 വയസ്സ് പ്രായമുള്ളപ്പോ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന് 25 വയസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഉമ്മാക്കന്ന് 40 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുള്ള അല്ലാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. നല്ല ഹിമ്മത്ത് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വയസ്സുള്ള ഖദീജ ഉമ്മ വഫാത്താകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല.
40 വയസ്സുള്ള ഖദീജ ഉമ്മയെ കല്യാണം കഴിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സുള്ളപ്പോ അന്ന് ഖദീജ ഉമ്മക്ക് 65 വയസ്സാണ്. 65 വയസ്സ് വരെ അഥവാ 25 കൊല്ലം ഒരുമിച്ച് അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കാൻ ഭാഗ്യം ലഭിച്ചൊരുമിട്ട് ലോകത്തൊരു പെണ്ണിനും അതുപോലെ 25 കൊല്ലം തുടർച്ചയായി ഭാഗ്യം ലഭിച്ചിട്ടില്ല. 25 കൊല്ലം റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടുകിടക്കാൻ ഭാഗ്യം ലഭിച്ച മഹദി ലോകത്തെ ഏറ്റവും പവറുള്ള മണ്ണ് റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന മദീനയുടെ മണ്ണാണെന്ന് മഹാന്മാർ വിവരിക്കുന്നുണ്ടെങ്കിൽ ആ നബിത്തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ 25 കൊല്ലം തൊട്ടുകിടക്കാൻ ഖദീജ ഉമ്മക്ക് ഭാഗ്യം ലഭിച്ചതെങ്കിൽ ആ ഖദീജ ഉമ്മ 25 കൊല്ലം റസൂലുള്ളാഹിയുമായി ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും നബിത്തങ്ങൾക്ക് വിഷമം തോന്നുന്ന ഒരു പദം അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് വിഷമമുള്ള ഒരു പ്രവൃത്തി ഉമ്മയുടെ അരികിൽ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല അവിടുന്ന് ഖദീജ ബീവി വഫാത്താകുന്നത് വരെ ഞാൻ പറഞ്ഞതല്ലോ രണ്ടാമത്തെ ഒരു പെണ്ണിനെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടുമില്ല. ഖദീജ ഉമ്മയും റസൂലുള്ളയും അങ്ങനെയാണ്. അതൊരു വല്ലാത്ത ജീവിതം തന്നെയായിരുന്നു. ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരൊക്കെ റസൂലുള്ള കല്യാണം കഴിക്കുന്നത്. ആയിഷ ബീവി അടക്കമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത് ഖദീജ ഉമ്മയുടെ വഫാത്തിന് ശേഷമാണ്. എന്നാൽ തന്നെ ഖദീജ ഉമ്മ ആയിഷ ബീവിയുടെ താരത്തിൽ റസൂലുള്ള പോയാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് കണ്ട റസൂലുള്ള കരയും. ആയിഷ ബീവി നബിത്തങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്താൽ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ വെള്ളം എടുക്കും. പല പ്രാവശ്യങ്ങൾ നടന്നു. ആയിഷ ബീവി കണ്ടു. ഒരു ദിവസം ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്ത് പറ്റി നബിയേ? ഞാൻ വെള്ളം നൽകിയാലും അവിടുന്ന് കരയും, ഞാൻ ഭക്ഷണം നൽകിയാലും ഒരു ഗ്ലാസ് ചായ നൽകിയാലും എപ്പോഴും അവിടുന്ന് കരയും. എന്ത് പറ്റി നബിയേ? യാ റസൂലല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആയിഷ ബീവി എന്ത് കൊടുത്താലും കരയും. അപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ ഹബീബല്ലാഹ്, എന്ത് പറ്റിപ്പോയി? അപ്പൊ ആയിഷ ഉമ്മ പറയാ, റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, എന്റെ ആയിഷ 25 കൊല്ലം എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ഞാനൊരു പ്രാവശ്യം പോലും ചായ വേണമെന്ന് എന്റെ ഖദീജാനോട് പറഞ്ഞിട്ടില്ല. ഒരു തുള്ളി വെള്ളം വേണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പൊ എന്റെ കയ്യിൽ വെള്ളം എത്തും. ഖദീജ ഉമ്മ ഖദീജ അങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം നൽകുമ്പോ, ഭക്ഷണം നൽകുമ്പോ അപ്പൊ എന്റെ ഖദീജാനെ കണ്ണിലിങ്ങനെ പതിയും. ഖദീജ കണ്ണിൽ പതിയുമ്പോ അറിയാതെ കരഞ്ഞു പോകാണ്. എന്റെ ഖദീജ അത് വല്ലാത്തൊരു മുത്തായിരുന്നു. അപ്പൊ ഖദീജ കണ്ണിൽ പതിയുമ്പോ അറിയാതെ കരയാ. ആയിഷ ബീവി ദേഷ്യം പിടിക്കുന്ന നാട്ടുകാരെ, ആയിഷ ബീവി ദേഷ്യം പിടിച്ചിട്ടവരോട് ഖദീജ. ഈ സദസ്സിൽ ആരെങ്കിലും 2 കല്യാണം കഴിച്ച ആജ്മാരുണ്ടാ? ഒന്നായ ഒരു പെണ്ണിന്റെ മുതൽ മറ്റൊരു പെണ്ണിനോട് പറയരുത് കേട്ടാ. നിങ്ങൾ കഴിച്ചോ കഴിച്ചില്ലത് വേറെ കാര്യം. ഒരു പെണ്ണിന്റെ മുതൽ മറ്റൊരു പെണ്ണിനോട് പറഞ്ഞാ ദുനിയാവിനും ജീവിക്കാൻ പറ്റൂല, പള്ളിക്കാട്ടിലും കിടക്കൂല. പെണ്ണ് വല്ലാത്തൊരവസ്ഥ ആയിരിക്കും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അത് ഞാൻ പറയുന്നത് കല്യാണം കഴിപ്പോയില്ല എന്നുള്ള വേറെ കാര്യം. കഴിച്ചവരൊക്കെ അങ്ങനെ ജീവിക്കാം. രണ്ടാമത്തെ കെട്ടാത്തവരപ്പണിക്ക് പോകും വേണ്ട. അത്ര നല്ല ഏർപ്പാടം, വലിയ എളുപ്പമുള്ള ഏർപ്പാടൊന്നല്ല. സഹിക്കന്നെ വേണ്ടി വരും. ജീവിതത്തൊരു ഭാഗത്തേക്കാവും. അത് വലിയതാളാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ ആയിഷ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളവുമായി വരുമ്പോ എന്റെ ഖദീജാനെ കല്യാണം കഴിയുന്നു. അപ്പൊ അറിയാതെ കരഞ്ഞു പോകുകയാണ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ആയിഷ ബീവി ദേഷ്യം പിടിച്ചു. ഒരു ഖദീജ എപ്പോഴൊക്കെ ഖദീജ, എന്താ ആയിഷ, എന്റെ ഖദീജാനെ മറന്നിട്ട് ലോകത്തെനിക്കൊരു പെണ്ണില്ല ആയിഷ. ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം.
ഞാൻ ചോദിക്കും, എന്റെ ഖദീജ എവിടെയാണ്, എന്റെ ഖദീജ എവിടെയാണ്? ഞാൻ ചോദിക്കും, എന്റെ ഖദീജാനെ ഓർത്തിട്ട് നിങ്ങളെ ഓർമ്മ വരൂ. ഖദീജാനെ മറന്നിട്ട് നിങ്ങൾ ആരെയും ഓർക്കാൻ കഴിയില്ല. ഞാനും എന്റെ ഖദീജയും അങ്ങനെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയുന്നതെങ്കിൽ എന്തിനാണ് നാട്ടുകാരെ ഇമ്പമുള്ള കുടുംബം എന്നൊരു വിഷയം വെച്ച് നമ്മുടെ ഉമ്മാന്റെ അരികിലൂടെ ഞാനെന്ന് വന്നത്? ആ ഹബീബ് ഉമ്മ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്നു. വയസ്സ് 65 തികയുന്നു. റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്ന് ഹബീബ് ഉമ്മ വല്ലാതെ കരഞ്ഞപ്പോ റസൂലുള്ള കണ്ണീരിങ്ങനെ തുടച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഉമ്മയുടെ മുഖത്ത് കൈവിരൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, യാ ഖദീജ, എന്ത് പറ്റി? ജനിക്കുമ്പോൾ സമ്പന്നയും മരിക്കുമ്പോൾ ദരിദ്രയാതിന്റെ പേരിലാണോ? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയം സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ടൊരു പെണ്ണായിരുന്നു. മാത്രമല്ല 100ഓളം കച്ചവട സംഘത്തിന്റെ ഉടമയായിരുന്നു എന്ന് പറയപ്പെട്ട വിധത്തിൽ ഒന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച ആ കാലഘട്ടത്തിൽ രാവിലെ ധരിക്കുന്ന വസ്ത്രം രാത്രി ധരിക്കാറില്ല. 2 3 ജോഡി വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന എന്റെ ഖദീജ ഇനി എത്രയോ കഷ്ടം വെച്ച ആ വസ്ത്രം ധരിച്ചത് ഏർപ്പെട്ട് കരയുന്നത്. എന്തോർത്തുകൊണ്ടാണ് കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ താരരോമം ധരിച്ചു റസൂലുള്ളാഹിന്റെ കവലത്ത് മുത്തം കൊടുത്തുകൊണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയോ, ജനിക്കുമ്പോൾ സമ്പന്നയും മരിക്കുന്ന വേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല, ഈ കഷ്ടം വെച്ച വസ്ത്രം ധരിച്ചതേർപ്പെട്ടുമല്ല, സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവളാണ് ഞാൻ. ഇന്ന് പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ലല്ലോ. അതോർത്തിട്ടല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച് പെട്ടെന്നെടുത്ത് കരച്ചു വരാനുള്ള കാരണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നുവല്ലോ. അവിടുത്തെ ഭാര്യയായി നടക്കാൻ 25 കൊല്ലം ഒരൊറ്റ പെണ്ണിനും ഇതുവരെ ആ ഭാഗ്യം കൊടുത്തിട്ടില്ല. അല്ലാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. ആ 25 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലക്ക് എന്റെ അരികിൽ നിന്ന് അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും വല്ല വാക്കുകളോ പ്രവൃത്തികളോ സംഭവിച്ചിട്ടുണ്ടോ? നബിയേ, പൊരുത്തപ്പെട്ട ഭരണം ഖദീജക്ക്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ വെള്ളമൊഴുകി. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോ കരഞ്ഞു. എന്നിട്ട് ഖദീജയുടെ കവിത്തരം പിടിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, യാ ഖദീജ, യാ ഖദീജ, 25 കൊല്ലം നിങ്ങളുടെ ഭർത്താവ് ഞാനാണല്ലോ. 25 കൊല്ലം ഭർത്താവായി നടന്നിട്ട് എന്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളെ നിനക്ക് പൊരുത്തപ്പെട്ട് തരണേ ഖദീജ. സുബ്ഹാനല്ലാഹ്, ഇതാണ് നാട്ടുകാരെ ഭാര്യയും ഭർത്താവും. കുടുംബത്തിലെ ഏറ്റവും വലിയ 2 തണ്ടുകളല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ രാജ്യത്തൊക്കെ ഭാര്യ ഇങ്ങോട്ട് 150 വട്ടം പൊരുത്തപ്പെടിച്ചാലും അങ്ങോട്ട് 1 വട്ടം പൊരുത്തപ്പെടണമെന്ന് പറയാത്ത ഒരു പടി മനുഷ്യന്മാരെ, ആണുങ്ങളെ കാണാം, പുരുഷന്മാരെ കാണാം. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ഒന്നും സാധ്യതല്ല. ചിലപ്പോ 10-40 കൊല്ലമായി ആ പെണ്ണിനെ കല്യാണം കെട്ടിച്ച് ഇടിച്ചും ചവിട്ടിയും അടിച്ചും വെറുപ്പും ദേഷ്യപ്പെട്ടൊക്കെ നടന്നിട്ട് ആ പെണ്ണിനോട് ജീവിതത്തോടൊപ്പം ഞാനൊരു പാവമാണടി, ഞാൻ ദേഷ്യം വരുമ്പോ നിന്നെ വല്ലാതെ അടിക്കുന്നു ചവിട്ടുന്നൊക്കെ ഉണ്ട്, നീ പൊരുത്തപ്പെടണട്ടാ, ഞാനൊരു പാവല്ലേ, ദേഷ്യം വരുമ്പോ പറയാ ചെയ്യാൻ, നിന്നോടൊരു വെറുപ്പൊന്നും എനിക്കില്ലട്ടാ. ഒരു വട്ടം പറഞ്ഞ പെണ്ണിന്റെ മനസ്സിൽ എല്ലാ പ്രശ്നവും റസൂലുള്ളാഹിയാണ് ഖദീജ ഉമ്മയോട് പൊരുത്തപ്പെടിക്കുന്നത്. ഖദീജ ഉമ്മ റസൂലുള്ളാഹിയോട് പൊരുത്തപ്പെടിക്കുന്നു. ഏതായാലാവട്ടെ, ഈ വിഷയം വെച്ചതുകൊണ്ട് ഞാൻ മറന്നുവെന്ന് സംസാരിക്കാം. ആ ഖദീജ ഉമ്മ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ച് വഫാത്തായി. അന്ന് നബി തങ്ങൾ 50 വയസ്സാണ്.
അതുവരെ മക്ക വിട്ട് മദീനയിലേക്കോ മറ്റോ താമസാർത്ഥം പോകണമെന്നുള്ള മനസ്സിലൊന്നുമില്ല. കാരണം എന്തൊരു വിഷമം എന്ന റസൂലുള്ള പറയാ, എന്റെ ഖദീജാനെ കണ്ട എന്റെ വിഷമൊക്കെ തീരും. അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. ഖദീജാനെ കണ്ട എന്റെ മനസ്സിലെ വിഷമെല്ലാം തീരും. എന്റെ ഖദീജാന്റെ ഒരു നോട്ടും ആ പുഞ്ചിരി മതി. സുബ്ഹാനല്ലാഹ്. ഈ ചില പെണ്ണുങ്ങളുടെ മുഖത്ത് വെച്ച ടെൻഷൻ കൂടുക ചെയ്യുക. അങ്ങനത്തെവരുണ്ട്. അല്ലാഹു കാക്കട്ടെ. വേണമെങ്കിൽ ആമീൻ പറഞ്ഞു. അല്ലാഹു കാക്കട്ടെ. നിങ്ങള് കുടുംബം വിഷയം വെക്കും ചെയ്ത് നിങ്ങളൊക്കെ തണുത്തിരിക്കുകയും ചെയ്യാൻ. ഏതായിരുന്നാലും നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് ഇറക്കിയത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സുബ്ഹാനല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മ വഫാത്തായിട്ട് 3 കൊല്ലമായപ്പോഴേക്കും അവിടുന്ന് 53 കൊല്ലം ജീവിച്ചുപോയ നാടിനോട് സലാം പറയുകയാണ്. ഒന്നേറ്റുനോക്ക് 53ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് കുടുംബം മുഴുവനും കിടക്കുന്നത്. മക്കത്തുൽ മുക്കറമ 5-10 കിലോമീറ്റർ അപ്പുറത്തേക്കല്ല പോകുന്നത്, 500ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള മദീന പൂന്തോപ്പിലേക്കാണ്. സ്വന്തം പ്രസവിച്ചതിനെ പ്രസവിക്കപ്പെട്ട വീട് മഹദിയായ ആമിന റസൂലുള്ളാഹിനെ പ്രസവിച്ച ആ സ്ഥലത്തെയും 25 കൊല്ലം ഖദീജ ഉമ്മയിലൊക്കെ ജീവിച്ച ആ വീടും ഒന്നാമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നില്ലേ? മദീനയിലേക്ക് പോകുമ്പോ ഈ മീനുള്ള ചെറുപ്പക്കാരെ ഖദീമ റസൂലുള്ളാഹ്, ഖദീമ റസൂലുള്ളാഹ്, ഖദീമ റസൂലുള്ളാഹ്. എന്തൊരു ആവേശമാണ്! 53ാമത്തെ വയസ്സിൽ മദീന പൂന്തോപ്പിലേക്ക് കടന്നു വരുന്ന റസൂലുള്ളാഹിന്റെ പ്രായം ചെന്ന പിതാക്കളും ഉമ്മമാരും ആവേശത്തോടുകൂടി ഖദീമ റസൂലുള്ളാഹ്, റസൂലുള്ള വരുന്നു, ഖദീമ റസൂലുള്ളാഹ്. ചെറിയ കുട്ടികളൊക്കെ ഓടുവന്ന് മർഹബൻ യാ മദീനക്ക് വെളിച്ചം നൽകിയ നബിയെ, മദീനക്ക് വെളിച്ചം നൽകിയ തങ്ങളെ, മർഹബന്ദിക്ക മർഹബന്ദിക്ക യാ റസൂൽ മർഹബ, മർഹബന്ദിക്ക മർഹബന്ദിക്ക യാ ഹബീബ് മർഹബ. എല്ലാവരും എന്തൊരു ആവേശമാണ്! നാട്ടുകാരെ, റസൂലുള്ളാഹല്ലേ, അൻതാ ശംസുൽ അൻതാ ബദറു അൻതാ നൂറുൽ ഫൗഖാനി. അങ്ങ് സൂര്യനാണോ? അങ്ങ് ബദറാണോ? ആ ബദറല്ലേ മദീനയിലേക്ക് വരുന്നത്? ആവേശം കുറക്കല്ലേ, കുറച്ചു ഒന്ന് കൂട്ടി. അല്ല, നിങ്ങൾ ദയവ് ചെയ്ത് അവർ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യലിട്ടാ. നല്ല മൈക്കേട്, നല്ല സെറ്റാ. ഇടങ്ങാറാക്കല്ലേ നിങ്ങള്. നോക്കി നിങ്ങൾ പ്രസംഗത്തിന് അടിയിൽ നിങ്ങൾ കുറച്ച് എന്തൊരു ഇടങ്ങാറാന്ന് അറിയാം. എന്നൊക്കെ അറിയാലപ്പോ എന്റെ വലിയ എത്ര ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആവേശമുള്ള ആളുകളെ കണ്ടപ്പോ ഒരു പാന്ന് പറയാൻ വിചാരിച്ച നിങ്ങളെ കയ്യൊന്നും എടുത്തു മാറ്റി ഉഷാറാക്കി. അപ്പോ കുഴപ്പമില്ല, ഞാൻ വിട്ടുന്ന് പോയതാരാ. എന്നാ പിന്നെ നിങ്ങൾ നല്ല കൂട്ടണ്ടേ? ഒരു കുഴപ്പമില്ല. എന്നാ എനിക്ക് യാതൊരു ഷൂറുമില്ല, ഒന്നുമില്ല. ഞങ്ങളത് കൂട്ടിക്കോളി. ഞാൻ അങ്ങനെ വേണ്ട അറിയാം. ഞങ്ങൾക്കും പ്രശ്നം വേണ്ട, എനിക്കും വേണ്ട ചിട്ടപ്പോ ഞാൻ അടുത്തുനിന്ന് വേണ്ട. അപ്പോ അന്ത ശംസുൽ അന്ത ബദറു, അങ്ങ് സൂര്യനാണോ? പിന്നെ നിങ്ങൾ എന്നെ കുറക്കാനും പറയണേ. ഈ സദസ്സുള്ള നിങ്ങൾ കുറക്കാൻ പറയാൻ നമ്മൾ കുടുങ്ങുകയാണ്. അപ്പോ ഏതായാലാവട്ടെ, അന്ത ശംസുൽ അന്ത ബദറു, നിങ്ങൾ സൂര്യനാണ്, അങ്ങ് സൂര്യനല്ലേ അതോ അന്ത ബദറു? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന 10,000. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ള വരുന്ന വഴിയിൽ ചെന്ന് നിൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് കൊണ്ട് നിൽക്കുന്നു. പരസ്പരേ റസൂലുള്ളാഹ് ഹുവ ദുർറത്തുൽ അംബിയാ, അംബിയാക്കളുടെ മുത്താണ് വരുന്നത്. അതുപോലെ റൗലത്തുൽ ഉലമാ, ഉലമാക്കളുടെ സ്വർഗത്തോപ്പാണല്ലോ. മൻജഉൽ ഖുറബാ, പാവങ്ങളുടെ അത്താണിയാണല്ലോ. പാവങ്ങളുടെ അത്താണിയായ റസൂലുള്ള വരുന്നു. ആവേശത്തോടെ ഒരു നോക്ക് കാണാൻ വേണ്ടി നമുക്കന്ന് ജീവിക്കാൻ കഴിയില്ല. ആളുകൾ മാർഗം കണ്ടു, റസൂലുള്ളാഹിന്റെ വരവ് കണ്ടു. അതൊന്നും നടന്നു വരുമ്പോ വിട്ടുനോക്കി നിന്ന് കണ്ണീരെടുത്തിയവർ അതൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു
അവിടെ നിന്ന് നോക്കുക ആദ്യമായി മദീന പൂന്തോപ്പിലേക്ക് റസൂലുള്ള കാലെടുത്ത് വെക്കുമ്പോൾ എന്താണ് മദീനക്കാരോട് പറയുന്നത്? അത് തൊട്ടുവെക്കേണ്ട ഉപദേശമാണ്. അതേ ഖിയാമത്തിനാണ് വരെയുള്ള ഒരു മുസ്ലിമിന് മാത്രമല്ല, ഒരു മനുഷ്യന് ഉപകരിക്കുന്ന ഉപദേശമായിരിക്കും. അത് എഴുതി വെക്കണം, അത് കുറിച്ചു വെക്കണം, അത് കെട്ടിവെക്കേണ്ടതാ. റസൂലുള്ള മദീനയിലേക്ക് വരുന്ന വഴിയിൽ തന്നെ തൊട്ടടുത്ത് പോയി നിൽക്കുമ്പോ നബി തങ്ങൾ മദീനയിലേക്ക് കാലെടുത്ത് വെച്ചു. 3 ഉപദേശമാണ് ആദ്യമായി മദീനക്കാർക്ക് നൽകുന്നത്. അവിടുന്ന് സലാം ചൊല്ലിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുൽ ബറകാത്ത്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മദീന. മദീനക്കാർക്കൊരു നീണ്ട സലാം, മദീനക്കാർക്കൊരു നീണ്ട സലാം. എന്നിട്ട് 3 ഉപദേശം. എന്റെ ചെറുപ്പക്കാരെ, എന്റെ അനുജന്മാരെ, ആദ്യമായി മദീനയിലേക്ക് കാലെടുത്ത് വെച്ച കാരുണ്യത്തിന്റെ മുട്ടിൽ അവർക്ക് കൊടുത്ത 3 ഉപദേശങ്ങൾ. ഒന്ന്, യാ അഹ്ലൽ മദീന എന്റെ അനുജ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, മദീനക്കാർക്ക് ആദ്യമായി നൽകിയ ഉപദേശമാണ് നിങ്ങളെല്ലാവരും കുടുംബ സ്നേഹികളാവരെ, നിങ്ങൾ കുടുംബ സ്നേഹികളാവരെ. ഈമാനിന്റെ വെളിച്ചം കിട്ടിയതിനു ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമല് സൂറത്തുൽ അർഹാം. അത് കുടുംബ സ്നേഹമാണ്, കുടുംബ ബന്ധം ഉറപ്പിക്കലാണ്. ആയിരക്കണക്കായ സഹാബികൾ മദീന പള്ളിയിൽ സദിച്ചുകൂടി നിൽക്കുമ്പോ ആ സഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് മദീന പള്ളിയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, അവിടുന്ന് റസൂലുള്ളാഹിയുടെ ഒരു ചോദ്യം, ഓ സഹാബികളെ, ആരാണ് ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ? ആരാണ് ലോകത്തെ നല്ല മനുഷ്യൻ? ആളുകളും പറഞ്ഞു, ആയിരക്കണക്കിനരക്കാറ്റുകൾ നിസ്കരിക്കുന്നവരാണ്. ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞുവെങ്കിൽ എന്റെ ഉമറേ, ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും നല്ല കുടുംബ സ്നേഹിയാണ്, ഏറ്റവും നല്ല കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ ഒതിപ്പടിച്ച ലോകത്തെ റസൂലുള്ളാഹിയുടെ എല്ലാം ഒപ്പിയെടുത്ത് നടന്നിരുന്ന 10 കൊല്ലത്തെ ഖാദിമായ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് തങ്ങൾ പറയുന്നു, ഞാനിവിടുത്തെ പല വാളുകളും കേട്ടു, ഞാനിവിടുത്തെ പല ഉപദേശങ്ങളും കേട്ടു, അൽഹംദുലില്ലാഹ്. പക്ഷേ ഒരു ദിവസം 63 വയസ്സെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിൽ 63 വയസ്സെടുക്കുകയാണ്. ഒരു വേള അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു. മുസ്ലിമീങ്ങളെ, യുവാക്കളെ, അനസ് തങ്ങളുടെ വാക്കുകളാണ്. റസൂലുള്ളാഹിന്റെ ചുണ്ട് അനക്കുന്നത് കണ്ടു. ഞാൻ ഓടിച്ചെന്നത് തൊഴിലെടുപ്പിച്ചു വെച്ചു. എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ഈ സമയം അവിടുന്ന് കണ്ണീരോട് കൂടെ പറയുന്നത് അത് വലിയൊരു ഉപദേശമായിരിക്കും. അത് ഭൂമികൾക്ക് പകർത്തി കൊടുക്കുന്ന ഉപദേശമാണ്. ഞാൻ ഓടിച്ചെന്ന് എന്റെ ചുവടന്ന് അടുപ്പിച്ചു വെക്കുമ്പോ റസൂലുള്ളാഹി ഇവരെന്ന് പൊട്ടുന്ന മനസ്സോടെ കണ്ണീരെടുത്ത് പറയുന്നത് അൽ അർഹാം. കണ്ണീരെടുത്തുകൊണ്ട് പറയുന്നു, എന്റെ മക്കളെ, ഖിയാമത്ത് നാൾ വരെ
വിളിച്ച റസൂലുള്ള പറയുന്നത് അൽ അർഹാം, നിങ്ങളാരും കുടുംബത്തിലൊരു വിള്ളലുണ്ടാക്കരുത്, കുടുംബത്തിൽ നിങ്ങളൊരു പിണക്കമുണ്ടാക്കരുത്. റസൂലുള്ള വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ മുഅ്മിനീങ്ങളായ അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ കൊതിക്കുന്ന നമ്മോട് പറയുന്ന വാക്കുകളാണ് അൽ അർഹാം, നിങ്ങളാരും കുടുംബത്തിനൊരു വിള്ളലുണ്ടാക്കരുത്, കുടുംബ പ്രശ്നത്തിൽ ഒരു പിണക്കത്തിന്റെ വക്കിലേക്ക് നിങ്ങൾ എത്തിക്കരുത്, നിങ്ങളാരും പിണങ്ങിയിട്ട് മരിക്കരുത്. നിങ്ങൾ പിണങ്ങിക്കൊണ്ട് കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ട് മരിക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. ഇന്ന റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ. തീർച്ചയായും റസൂലുള്ളാഹിന്റെ വാക്കുകൾ കണ്ടോ ഏതിലും സദസ്സും അഭിമന്യരായ ഉസ്താദുമാരുണ്ട്. ഞാനത് നീട്ടിയിട്ടല്ലേ പറയുന്നത്. ഇന്ന റഹ്മ, തീർച്ചയായും അല്ലാഹുവിന്റെ റഹ്മത്ത് ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ. തീർച്ചയായും ഇന്ന റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് കുടുംബത്തിൽ പടങ്ങി നടക്കുന്ന ഒറ്റ മനുഷ്യന്റെ വീട്ടിലും അല്ലാഹു റഹ്മത്ത് വർഷിക്കുകയില്ല. പടച്ചറബിന്റെ റഹ്മത്ത് ആ വീട്ടിൽ ഇറക്കുകയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാത്ത വീട് അവിടെ രോഗങ്ങൾ കുന്നുകൂടുന്നതാണ്. അവിടെ പ്രശ്നങ്ങളും പടക്കങ്ങളും സ്നേഹമില്ലായ്മയും ടെൻഷനുകളും പ്രതിസന്ധികളും പലജാതി വിധത്തിലുള്ള മനസ്സമാധാനമില്ലാത്ത ഒരു ജീവിതം കൂടുന്നതാണ്. ഇന്ന റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ. തീർച്ചയായും അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും തന്നെ കുടുംബത്തോട് ഈ വായിൽ പറയുന്നവൻ ഞാൻ എന്റെ രക്തങ്ങളോട് പിറകി ഞാൻ നടക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് വായിൽ പറയുന്നത്? എന്റെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് നൽകില്ല. ആ വീട്ടിൽ എപ്പോഴും പൈശാചിക ശർറുകളാണ്. എന്തനുജന്മാരെ, വാല് കേൾക്കുന്ന ഉപ്പമാരെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, കുടുംബത്തോടെ പടഞ്ഞു നടക്കുന്ന ആ വീടുകളിൽ എത്രയോ ഇടവേളകളും രോഗങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു കൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിറങ്ങാത്ത വീട് അത് ശൈത്താനിന്റെ വീടാണ്, പിശാചുക്കളുടെ വീടാണ്. അവിടെയാണ് സിഹറുകളും പൈശാചിക ശർറുകളും കുന്നുകൂടുന്നതെന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ഇന്ന റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ള പറയും ഈ ഒരു കുടുംബമാണ് ഇന്നിപ്പോ വഴങ്ങുപറ ഇവിടെ വിഷയം വെച്ചിട്ടുള്ളത്. നാട്ടുകാരെ, കുടുംബം അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ്. അവരവരുടെ കുടുംബം ചിലപ്പോ ഇന്ന് വ്യക്തികളുടെ കുടുംബം തറവാട്ടുകാരാണെന്ന് പറയും. എന്തോ ആവട്ടെ, നമ്മുടെ കുടുംബം നമുക്ക് വലുതാണ്. എന്റെ കുടുംബം എനിക്ക് വലുതാണ്, നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് വലുതാണ്. കുടുംബം സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള ശക്തിയിൽ പറയുന്നത്. ഇത് തോറ്റുകൊണ്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഹസൻ എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തെ ചുരുണ്ട് കളിച്ച മക്കളാണവർ. റസൂലുള്ളാഹിന്റെ താടിരോമം പിടിച്ച് കളിച്ച കുട്ടികളാണവർ. ആ ഹസൻ എന്ന കുട്ടിയെ വിളിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മടിയിൽ വെച്ചുകൊണ്ട് മോനെ ഹസനേ, കണ്ടോ റസൂലുള്ളാഹിന്റെ കരളായ ഫാത്തിമയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് പറയുന്നത്, മോനെ ഹസനേ, ലാ തുസ്ഹദന്ന ഖാതിഅ റഹിമിൻ. കുടുംബങ്ങളോടെ പടഞ്ഞു നടക്കുന്ന എത്ര 5 വക്തത്തെ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ചെയ്യുന്ന നിസ്കാര പാണ്ഡിവത്ത ആജിയാണെങ്കിലും കുടുംബങ്ങളോട് പടഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയും എന്റെ മക്കൾ നടക്കരുത്, എന്റെ മക്കളെ സഹവസിക്കരുത്, അവരുടെ കൂടെ പോയി ഇരിക്കരുത്.
فإني وجدته ملعونا في كتاب الله في 3 مواضع. 6660 വരുന്ന ആയത്തുകളിൽ ഗൗരവമുള്ള 3 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله. കുടുംബത്തോട് പിറകു നടക്കുന്നവൻ അബൂബക്കറിനെ പോലെ ഫിറഔനിനെ പോലെ ശാപത്തിന്റെ ഉടമയാ, ലഅനത്തിന്റെ ഉടമയാ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്. മുസ്ലിമീങ്ങളെ, അബൂബക്കറിനെ പോലെ കുടുംബത്തോട് പിറകു നടക്കുന്ന മുസ്ലിം അവൻ അബൂബക്കറിനെ പോലെയാ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവർ ശാപത്തിന്റെ ഉടമകളാണ്, അവർ ലഅനത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് എന്റെ മക്കൾ കുടുംബത്തോട് പിറങ്ങി നടക്കുന്നവരുടെ കൂടെ നടക്കരുത്. അലി നബി ത്വാലിബ് തങ്ങൾ നമ്മുടെ സ്വാമിയുടെ കുഞ്ഞുമക്കളോട് പറയുന്നുവെങ്കിൽ എവിടെയാണ് ജ്യേഷ്ഠാനുജന്മാരെ ഇന്നിവിടെയാ പിണക്കമില്ലാത്തത്? മാത്രമല്ല അൽഹംദുലില്ലാഹ് കുടുംബസ്നേഹികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന നേട്ടങ്ങൾ ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കുന്ന, കുടുംബത്തിൽ എപ്പോഴും സ്നേഹമുണ്ടാക്കിക്കളയുന്ന, ഒരു പിണക്കമില്ലാതെ ജീവിക്കുന്ന, ആര് പിണങ്ങാൻ വന്നാലും അങ്ങോട്ട് പിണങ്ങാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദുനിയാവിൽ വെച്ച് അല്ലാഹു കൊടുക്കുന്ന സന്തോഷം, ഭൂമിയിലെച്ച് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് ഇന്ന് പ്രഭാഷണത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മൾ തമ്മിലല്ലേ, ഞാൻ ഇവിടെ ആചാര്യ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരാളാണ്. ചെറുപണ്ണൂർ ഞാൻ ഓടുന്ന കാലം തൊട്ട് പരിചയമുള്ള നാടാ. നിങ്ങളൊന്ന് അടുത്ത് വന്നിരിക്കും, നല്ല ഭയം പറയാം. നിങ്ങൾക്ക് വെറുപ്പൊന്നാവില്ലല്ല. കാരവന്മാര് നിങ്ങൾക്ക് ഞാൻ നല്ല ദ്വാരക്കാം, വയസ്സായ ഉപ്പമാര് നിങ്ങൾക്ക് നല്ലോണം ദ്വാരക്കാം. നിങ്ങൾ കസാല നീക്കിയിട്ടൊന്ന് വരുമോ? നിങ്ങളൊന്ന് നീക്കി, നിങ്ങൾ അവരുടെ കസാല ഇട്ടിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ തമ്മിലല്ല, ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എപ്പോഴാ മടുത്തോണം അപ്പൊ പോയിക്കോളും. എനിക്കതിലൊരു വിഷമം. നിങ്ങൾ എല്ലാവരും പോയാൽ ഞാൻ വെള്ളം നിർത്തും. ഇവിടെ ഇങ്ങോട്ട് വരും, കുറച്ച് അടുത്ത് ഇങ്ങോട്ടല്ല പോകണം. നിങ്ങൾ നമ്മളടുത്ത ഇങ്ങോട്ട് പോരി. നമ്മള് നല്ലോണം അടുത്ത് വന്നിരിക്കും, നല്ല അടുത്ത് വന്നിരിക്കും. മൈക്കക്കാർ നിങ്ങൾ അവിടെ ഇരുന്നോളിട്ടാ. അപ്പോ നിങ്ങളെല്ലാവരും അടുത്ത് വന്നിരിക്കും. ഏതാനും വിഷയം എങ്ങനെയായി, ഞാന് എവിടെ തന്നാലും ഈ വിഷയപ്പോ തരുന്നത്. അപ്പൊ ഇത് ഞാൻ അറിയാതെ കിട്ടിയ വിഷയമാണ്. ഇപ്പത് അറിഞ്ഞു കഴിയാതെ മാറ്റും വിഷയം. എന്നെ തങ്ങളാപ്പി ഏൽപ്പിച്ചാണ്. തുറാബ് തങ്ങളാപ്പി നമ്മളെ സിദ്ദീഖാജി ഇവിടുത്തെ ആളിങ്ങനെ പിടിക്കും, ആളിപ്പോ മുങ്ങിക്കണമെന്ന്. അതെ, അല്ല ആരിത് ഖാദറേജിയോ? അപ്പോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ മദത് നല്ലോണം ചൊല്ലുന്ന ആളാ. അള്ളാഹു മദത് നൽകട്ടെ റസൂലുള്ളാഹിന്റെ. നമുക്കൊക്കെ അള്ളാഹു റസൂലുള്ളാഹിന്റെ മദത് നൽകട്ടെ. അപ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾ അടുത്ത് വിളിച്ചു വരുത്തിയ എന്താ കാര്യങ്ങള്? അപ്പൊ ഇപ്പൊ കാതരാജും വന്നു, മൂപ്പരും വിചാരിക്കും ഇയാൾക്ക് ഇതൊരു പണിയാണ്. കാരണം ആളെ ഇരുത്തിയിട്ടാണ് ഞാൻ കുറെ കുടുംബാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കുടുംബാന്റെ വിഷയം എന്താ തരുന്നത്? ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഏതാണാവട്ടെ, എനിക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ എങ്ങനെ വെച്ചാല് ഒരു സ്ഥലത്ത് പോയാൽ ആ നാട്ടുകാരെന്താ വല്ലവരും അറിയാനങ്ങ് പറയും. ഞാൻ പഠിച്ചതെന്താ ആ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ പഠിച്ചത് പറയാന്നുള്ളതല്ല. അതെന്റെ ദർസില് 150-160 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം വ്യാഴാഴ്ച ദിവസം ഞാൻ 3 മണിക്കൂർ, ചിലപ്പോ 2 മണിക്കൂർ ക്ലാസ്. അതൊരോ വിഷയം വെച്ച് അത് വർഷങ്ങളായി. ആ കുട്ടികൾക്ക് ഞാൻ കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഞാൻ ഭാഗത്തിന് പോയിട്ട് എന്നോട് എന്താ പറയാൻ പറഞ്ഞത്? അമ്മായി പോരാ ഞാൻ അമ്മായി പോര്, നാത്തും പോരാ നാത്തും പോര്, ഇറച്ചി പോരാ ഇറച്ചി പോര്. ഞാനതങ്ങ് പറയും. നാട്ടുകാർ എന്താ പറയാൻ പറയാം അത് ഞാൻ അങ്ങ് പറയാം. എനിക്കൊരു നീയത്തുണ്ട്, ഞാനും നീയത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഏതായാലാവട്ടെ, ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത്, ഞാനിപ്പോ ഇത് പറഞ്ഞതെന്താ, ചിലപ്പോ അടുത്തൊക്കെ പരിസരത്തൊക്കെ വാതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങളൊക്കെ കുടുംബം തന്നെ വാതിലുണ്ട്. അപ്പൊ അവരിപ്പോ വാതിലൊക്കെ വന്നിട്ടുണ്ടാവും. ഈ ദേവർഷർക്ക് ഇപ്പൊ എന്താ ഒരു പണിയും ചിലപ്പോ ചിന്തിക്കും. പണി തന്നെയാണ്, അൽഹംദുലില്ലാഹ് അതൊരു ഇബാദത്ത് തന്നെയാണ്. പിന്നെ പറയണമെന്ന് പറയാ. അപ്പൊ അതാ നിലക്ക് ഞാനങ്ങ് കണ്ണുകൂപ്പി പറയാം. ഏതായിരുന്നാലും കേട്ടോളൂ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങോട്ടിരിക്കാം. അപ്പോ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, മാഷാ അല്ലാഹ്, കുടുംബം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്, അതാണ് പഴയ ഡിക്ഷണറിയിലൊക്കെ ഉള്ളത്. അതാ ഇമ്പമുള്ള കുടുംബം എന്നൊരു വിഷയം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
കുടുംബം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂടുന്ന സമയത്ത് ഇമ്പമുള്ളത്. അൽഹംദുലില്ലാഹ്. കുടുംബം നന്നാവണോ? കുടുംബിനി നന്നാവണം. വേറെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബിനി രംഗത്ത് തിരിഞ്ഞാച്ചേരെ നമ്മളെ ഭാര്യ. ഇവിടെ വയലൊക്കെ വന്നിട്ടുണ്ട്, സ്ത്രീകൾ വയലൊക്കെ ഉണ്ടാ, എവിടെ നിന്നാവും? അല്ലാഹു അല്ല ഉണ്ടല്ലേ? ആയിക്കോട്ടെ. അപ്പോ എന്നാലിപ്പോ ഈ കുടുംബം വെച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷയം മാറ്റും ഞാൻ തന്നെ. സ്ത്രീകൾ കേൾക്കണോ? കുടുംബം ബാധിച്ച പിന്നെ സ്ത്രീകളെ കേൾക്കേണ്ടത് 80% അവരാ കേൾക്കേണ്ടത്. കുടുംബം പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് മനസ്സിലാക്കി ആമീൻ പറഞ്ഞാലിട്ടാ. കുടുംബം ബെടക്ക, നമ്മുടെ ഭാര്യ ബെടക്കായ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അരക്കയ്ക്ക് പറ്റൂല, അരക്കയ്ക്ക് പറ്റൂല. അല്ലാഹ് കാക്കട്ടെ. അത് ഞാൻ ഉള്ളതെന്ന് പറയാം. അവർ ചിലപ്പോൾ വിചാരിക്കും ഇയാൾ ഇവിടുന്ന് വന്നതാ, ഇത് കണ്ടാത്തന്നെ കാട്ടു മനുഷ്യൻ ഇവിടുന്ന് വന്നെങ്കിൽ എന്ത് പറയാനും വേണ്ടിയില്ല. ഞാൻ ഏതായാലും പറയാൻ തീരുമാനിച്ചു. അപ്പൊ കുടുംബം നന്നാവണോ? കുടുംബിനി നന്നാവണം. കുടുംബിനി എന്ന് പറഞ്ഞ നമ്മുടെ ഭാര്യ. ഭാര്യ നന്നായ അൽഹംദുലില്ലാഹ് പിണക്കങ്ങളൊക്കെ കുറെ കുറയും. ഭാര്യ ബെടക്കായ അവളും അവിടെ വീട്ടുകാരോടും അവിടെ അനുജത്തി ജ്യേഷ്ഠത്തി അവളുടെ ഉമ്മ അവരോടൊക്കെ നല്ല ബന്ധമായിരിക്കും. നമുക്ക് നമ്മുടെ ചോരകളൊക്കെ പോയി, ആരുമില്ല. കുറെ പുരുഷന്മാർ അങ്ങനെ ഉണ്ട്. നിങ്ങളെ ചെറുവണ്ണൂർ ഇവിടെ ഒന്നും ഇല്ലട്ടാ, ഞാൻ അമേരിക്കയിലെ കഥ ആയിരിക്കും ഒക്കെ പറയാം, അങ്ങനെ നിങ്ങൾ കൂട്ടിക്കോളി. അപ്പോ ചില സ്ഥലത്ത് പുരുഷന്മാരുടെ കല്യാണം കഴിക്കുള്ള ഉമ്മ ഉപ്പ, കല്യാണം കഴിക്കുന്ന ഒരു ഉമ്മ ഉപ്പ ജ്യേഷ്ഠൻ അനുജൻ താത്ത എല്ലാം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ ഭാര്യ വീട്, വേറെ ഒന്നുമില്ല. പെരുമാറുന്ന പോലും സ്വന്തം ഉമ്മാന്റെ സാരപ്പുകൾ ഒരിക്കലും പായസം കുടിക്കാതെ ഭാര്യ വീട്ടിൽ തിരിച്ച് പെഞ്ചനം കാണിച്ച് നടക്കുന്നത്ര ചെറുപ്പക്കാരും നമ്മുടെ ഇടയിലുണ്ട്. എന്റെ അനുജാ, എന്തൊരു മോശമാണത്! എന്റെ അനുജാ, എന്തൊരു ധിക്കാരമാണ് നീ കാണിക്കുന്നത്! പെരുമാറുന്നതിന്റെ ഉപ്പാന്റെ അരികിൽ ചെന്നൊരു തുള്ളി വെള്ളം കുടിക്കാതെ, ഉമ്മയുടെ അരികിൽ ചെന്നൊരു തുള്ളി വെള്ളം കുടിക്കാതെ ഭാര്യ വീട്ടിൽ പോയി സുഖിച്ച് ജീവിക്കുന്ന നിനക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമോ? ഭാര്യ വീട് നമ്മുടെ വീട് തന്നെയാണ്, അത് എതിർക്കുന്നവരല്ല. ഭാര്യ വീട് നമ്മുടെ സ്വന്തം വീടാണ്. പക്ഷെ നമ്മുടെ തള്ളനെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഓർത്ത് നോക്കൂ. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ ചെറുപ്പക്കാർക്ക് ഭാര്യ കുടുംബം വേറെ അപ്പുറപ്പുറം ഒന്നുമില്ല. നോക്കിങ്ങൾ ബന്ധമൊക്കെ പോയി. നാം കല്യാണം കഴിക്കുന്നത് വരെ നമുക്ക് ഭക്ഷണമുണ്ടാക്കി തന്ന നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യയായ താത്തമുണ്ട്. കല്യാണം കഴിച്ചപ്പോ ആ താത്തയോട് വെറുപ്പ് വന്നു, ഭക്തനോട് വെറുപ്പ് വന്നു. അനുജനോട് ബന്ധമില്ല, വെറും ഭാര്യ കുടുംബമത്തോടെ മാത്രം ബന്ധമുള്ള പുരുഷന്മാരെ നമുക്ക് ജീവിതത്തിൽ വെറുപ്പുപറ്റി. നാം ആണല്ലയോ, ആണായ നാം പെണ്ണിന്റെ കുടുംബത്തോടെ മാത്രം ബന്ധം, നമ്മുടെ രക്തങ്ങളോട് ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നിരിക്കുന്ന ചെറുപ്പക്കാരെ, നാം എന്റെ പ്രിയപ്പെട്ടവരോട്, ഞാൻ എന്റെ അനുജന്മാരോട്, തെറ്റനുജന്മാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും വലിയ പണ്ടാണ്. ഒന്ന് നമ്മുടെ ഉമ്മ, രണ്ടാമത്തൊന്ന് നമ്മുടെ ഉപ്പ. അൽഹംദുലില്ലാഹ്. ആ മുത്തുകൾ മന്ദാലി അബലൈഹി ഫികുല്ലി യൗമിൻ 5 മർറാത്ത്, 5 പ്രാവശ്യം ആ 2 മുത്തുകൾക്ക് ദുആ ചെയ്യുന്നവരെ അല്ലാഹു ഒരു സ്ഥലത്തും കൊടുക്കൂല, മൂത്രത്തിലിട്ട് പരീക്ഷിക്കൂല. ഈ വാഴ് പറയുന്നവൻ, ഞാൻ എന്റെ ഉമ്മാക്ക് ഇന്നലെ 5 വട്ടം ദുആ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ചെറുവണ്ണൂർ വന്നിട്ട് വാഴ അറിയുന്നത്? എന്ത് ബർക്കത്താ എനിക്ക് കിട്ടുക? എന്റെ ഉപ്പാക്ക് ഞാൻ ഇന്നലെ 5 വട്ടം ദുആ ചെയ്തില്ലെങ്കിൽ ഈ മുസ്ലിയാരെ എന്തിനു പറ്റും? നന്ദി കെട്ടവൻ. അതല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ ഉമ്മാപ്പ ആ മുത്തുകൾക്ക് വേണ്ടി 5 പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ കുറച്ചൊന്നുമില്ല നാട്ടുകാരെ. അൽഹംദുലില്ലാഹ്. പക്ഷെ കല്യാണം കഴിഞ്ഞ സ്വാഭാവികമായും അതുവരെ ഒരു ചെറുപ്പക്കാരനും ഉമ്മയോടും വെറുപ്പില്ല, ബാപ്പയോടും വെറുപ്പില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ അല്ലേ? കല്യാണം കഴിയുന്നവരെ ഒക്കെ ഉമ്മയും ബാപ്പയൊക്കെ ചക്കരയും തേങ്ങയാണ്. കല്യാണം കഴിഞ്ഞ പിന്നങ്ങ് എല്ലാം പോയി, തള്ള പാറി ബാപ്പ വേറെയായി. അതോ എത്ര തള്ളാരറിയാം.
പെരുന്നാളില്ലേ, ഞാനിപ്പോ അടുത്ത് ഒരു ഉമ്മ വല്ലാതെ കരഞ്ഞൊരു സ്ഥലത്ത് വാഴന്ന് പോയപ്പോ ആ ഉമ്മ, ഞാൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതാ. അപ്പോ ആ തള്ള എന്നോട് പറയാ, ഒറ്റ ആൺകുട്ടിയേ ഉള്ളൂ, പെൺമക്കളൊക്കെ അവിടെ ഉണ്ട്, ഒറ്റ ആൺകുട്ടിയേ ഉള്ളൂ, അവന് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളും ബാക്കി ദിവസം പോട്ടെ, പെരുന്നാളിന് പോലും എന്റെ അടുത്ത് വന്നില്ല. എന്താണ് ആ തള്ളന്റെ കരച്ചിലറിയാം? നാട് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയും എന്താണ് ആ ഉമ്മാന്റെ കരച്ചില്. പെരുന്നാളിന് അവൻ വന്നില്ല എന്റെ അടുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിക്കി. അപ്പൊ ഏതായാലാവട്ടെ, കല്യാണം കഴിഞ്ഞ പിന്നെ ഉമ്മയും ബാപ്പയൊക്കെ രണ്ടാം സ്ഥാനത്താകുന്ന യുവാക്കളെ, നമ്മുടെ ആഖിറ നഷ്ടപ്പെടുന്നതിന്റെ തുടക്കമാണത്. ന്യായീകരണം എന്തോ ആവട്ടെ, ന്യായീകരണം കല്യാണം കഴിക്കോളതൊന്നുമില്ലല്ലോ, കല്യാണം കഴിക്കോളാം അത്ര ന്യായീകരണമൊന്നുമില്ലല്ലോ. കല്യാണം കഴിച്ചു, പിന്നെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ്, നല്ലൊരു ചെറുപ്പക്കാരൻ എനിക്ക് പരിചയമുള്ളവനാണ്, ഞാൻ കേട്ടുകേൾവി ഇന്ന് ഈ മൈക്കിലൂടെ പറയുന്നില്ല, എനിക്ക് പരിചയമുള്ള അറിവിലുള്ളവരെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ പേര് പറയൂല എന്ന് ആദ്യം അവരോട് തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാ ഞാൻ പറയാറുള്ളത്. അപ്പോ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ആ പെണ്ണും ഇവനുള്ള ബന്ധം ഒരു മാസത്തെ ബന്ധ. ഇവൻ 26 or 27 വയസ്സിലവൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉമ്മയായിട്ടുള്ള ബന്ധം എത്ര കൊല്ലത്തെ ബന്ധമൊക്കെ പൊട്ടേന്ന്, അവന് പ്രസവിച്ച തള്ളല്ലേ. അത് ആലോചിച്ച് നോക്കി, ആ ഒരു സെക്കൻഡ് മതി. പരിശുദ്ധമായ മസാഫിൽ വെച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് സാഹചര്യം ഒക്കുമെങ്കിൽ പറയും. മസാഫിൽ വെച്ചിട്ട് ഒരു മൂർച്ചയുള്ള കത്തിയെടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യനോട് മഹാന്മാർ ചോദിച്ച ചോദ്യമുണ്ട്, മോനെ, ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് നിന്റെ മാറിടത്തിലുള്ള എല്ലുകളെന്നും ജീവനുള്ള നിന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ നിന്റെ വേദന എത്രയാണടാ? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് മോനെ. നിന്റെ ശരീരത്തിലെ 20ഓളം ഞരമ്പുകൾ വലിച്ചെടുത്താൽ നിന്റെ വേദന എത്രയാണ് മോനെ? അതിനേക്കാളും വേദന നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ആ ഒരു സമയം സഹിച്ചിട്ടുണ്ട്. 26 കൊല്ലം വളർത്തിയതൊക്കെ പോട്ടെ, ആ ഒരു സെക്കൻഡ്, ആ ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റില് ഭാര്യ 35 കൊല്ലം ഖിദ്മ ചെയ്താലും ഉമ്മ ആ വേദന സഹിച്ച് 5 മിനിറ്റ് അവിടത്തേക്ക് എത്തില്ല. അത് എന്ത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, ഒരു മാസമായിട്ടുള്ളൂ. അവൻ വീട്ടിലേക്ക് വന്നപ്പോ അവന്റെ ഈ പെണ്ണ് താടിക്ക് കൈയെടുത്തിരിക്കുന്നു. നോക്കി, നിങ്ങളെ താടിക്ക് കൈയെടുത്തിരുന്നിട്ട് ഇങ്ങനെ കരയാം. ഞാനിത് പറയുമ്പോ ഏത് കാലത്താന്ന് കൂടി ഓർക്കണട്ടാ. 6 മാസമായി കാണുമെന്ന എന്റെ ഓർമ്മ. നമ്മുടെ മലപ്പുറം സ്ഥലത്ത് വെച്ച് ഉമ്മാന്റെ കഴുത്ത് കോടിനറുക്കുന്നത് പോലെ അർത്ഥങ്ങൾ മറന്നാണ് അങ്ങനെ സംഭവം. കോടിന് യൂറോപ്പിലെ കഥകളായിരുന്നു പണ്ടൊക്കെ വാഴ്ന്നു പറഞ്ഞിരുന്നത്. ഞാൻ നല്ലോണം വാഴ്ന്നു പറഞ്ഞിരുന്നു. ഒരു ഉമ്മാന്റെ മുഖത്തടിച്ചൊരു മകന്റെ കഥ, അത് പറഞ്ഞിട്ട് കൽബ് പൊട്ടിച്ച് വാഴ്ന്നു പറഞ്ഞിരുന്നു ഞാനൊരു സമയം. അതേ സ്ഥാനത്ത് ഉമ്മാന്റെ കടുത്തറുത്തതേ 10-80ഓളം വയസ്സുള്ളൊരു ഉമ്മാനെ ഉമ്മാനും വിളിച്ചിട്ട് ആ തള്ളനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്ത് ന്യായീകരിച്ചാലും. എന്നിട്ട് അവൻ പിന്നെ അങ്ങനെ ഉമ്മ ചെയ്തു, അങ്ങനെ ഉമ്മ പറഞ്ഞു, എന്തോ അവട്ടെ, തള്ളല്ലേ, അവനാന്റെ തള്ളല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് വെറുപ്പെന്നാണില്ലല്ലോ ഈ തള്ളന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ അങ്ങ് തുറന്നു പറയാം പച്ച മലയാളത്തിൽ. അപ്പോ ഈ തള്ളയെ ഉമ്മ എന്ന് വിളിച്ചിട്ട് എന്തടാ ചോദിക്കും. ഉമ്മ കയ്യും പിടിച്ച് പുറത്തു കൊണ്ടുപോയി. എടാ എന്തടാ ചോദിച്ചിട്ട് ഉമ്മ പോണത്. അങ്ങനെ പുറത്ത് വീടിന്റെ കുറച്ചപ്പുറത്ത് കൊണ്ടുപോയിട്ട് കോടി നടക്കുന്നത് പോലെ ഉമ്മാന്റെ കടുപ്പുറത്ത്. ഈ കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്? എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ മലയാളം മണ്ണിൽ നടന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. മുമ്പ് ഒരു മനുഷ്യന്റെ ഉമ്മയുടെ മുഖത്താഞ്ഞടിച്ച ചെറുപ്പക്കാരൻ, അവന് എനിക്കറിയാം, ആ തള്ളന് എനിക്കറിയാം. ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഉമ്മയാണത്. അള്ളാഹു നമ്മുടെ ഉമ്മമാരുടെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ, മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹ് നൽകട്ടെ. ഉറക്കങ്ങ് ആമീൻ പറഞ്ഞോളി. അള്ളാഹുയുടെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അപ്പോ ഞാൻ പറയുന്നതേ, മുഖത്തടിച്ചതെന്താ കാരണമേ നിങ്ങള്? അവന് വീട്ടിലേക്ക് വന്നു 10-25 കൊല്ലം ഗൾഫ് നാടുകൾ കഷ്ടപ്പെട്ടിട്ട് അവൻ നിർമ്മിച്ചൊരു വീട്. ഗൾഫിലെ അധ്വാനാണ്, പ്രവാസ ജീവിതം കൊണ്ട്. അങ്ങനെ വീടെടുത്തിട്ട് അവൻ വീട്ടിലേക്ക് വന്നപ്പോ
അവന്റെ ഭാര്യ ഈ വ്യക്തിയോട് പറയാ, നിങ്ങളെന്താ കുറെ കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒന്ന് പോയി നോക്കി, 4 മനുഷ്യൻ കയറി വരുന്നോടത്ത് നിങ്ങളുടെ ഉമ്മ മൂത്രം വെച്ച് ബടക്കാക്കിയിട്ടുണ്ട്. ഒറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്തൊരു തള്ളാണ്. ഈ ശ്വാസമുട്ടില്ലേ നല്ലോടെ ചുമക്കുന്ന ഉമ്മ ചുമച്ചപ്പോ അറിയാതെ മൂത്രമൊഴിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 75 വയസ്സുള്ള ഉമ്മയും ബാപ്പയൊക്കെ മൂത്രൊഴിക്കാതെ ഒരു പുത്തിരിയൊന്നല്ല. ആരോഗ്യം നമ്മളൊന്നും 2 വട്ടം കുറച്ച് നോക്കട്ടെ, നമ്മൾ പലതും ഒഴിക്കും. നമ്മളെ ആരോഗ്യം പോയാൽ പിന്നെ എന്താണ് വയസ്സ്? അപ്പൊ 10-75 വയസ്സ് കഴിഞ്ഞൊരു തള്ള ചുമ കൂടിയപ്പോ മൂത്രമൊഴിച്ചു. അപ്പൊ അവന്റെ ഭാര്യ ഈ വ്യക്തിയോട് പറയാ, നിങ്ങളെന്താ കുറെ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഒന്ന് പോയി നോക്കി, 4 മനുഷ്യൻ കയറി വരുന്നിടത്ത് നിങ്ങളെ ഉമ്മ മൂത്രമൊഴിച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. ആ വീരത്തിന് ഇവനങ്ങ് പോയി. അതാ ഞാൻ നേരത്തെ പറഞ്ഞതേ, പെണ്ണ് നന്നായ ഒക്കെ റാഹത്താ. ഈ അവരുടെ ആ മറന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു ബെടക്കായ ഒന്നിനും പറ്റൂല. അള്ള കാക്കട്ടെ. നന്നായ ഇത്ര മാണിക്കക്കല്ലുകൾ വേറല്ല, ഇത്ര മുത്തുകൾ വേറല്ല. അത് 2 ഹക്കാണ്. ഈ പെണ്ണ് മറിച്ചു പറഞ്ഞു നോക്കട്ടെ. ഞാൻ ഉള്ളത് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം കേട്ടാ. ഈ പെണ്ണൊന്ന് മറിച്ചു പറഞ്ഞു നോക്കട്ടെ. നമ്മളെ ഉമ്മ പാവമാണ്. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഒരു തുള്ളി വെള്ളം നമ്മളെ ഉമ്മ കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല, കഞ്ഞി കുടിച്ചിട്ടില്ല. നമ്മളെ ഉമ്മ എന്തോ ഒരു ചുമ അറിയോ, ചുമയുടെ അടിയിൽ നമ്മളെ ഉമ്മ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞ ഈ മോൻ വെട്ട് ഉമ്മാനെ അടച്ചുവിട്ടൂലേ. ഈ ചില മക്കൾ ഈ പെണ്ണിന്റെ വാക്കുപോലെ ആയിരിക്കും. പക്ഷെ പെണ്ണ് പറഞ്ഞത് നേരെ മറിച്ച, 4 മനുഷ്യൻ കയറി വരുന്നിടത്ത് നിങ്ങളെ ഉമ്മത മൂത്രം വെച്ച് ബെടക്കാക്കി, നിങ്ങളെന്താ കുറെ നല്ല വീടുണ്ടാക്കിയിട്ട് വരാന്തൊക്കെ ഒന്ന് ചൊറുക്കൂട്ടി ഒന്ന് പോയി വെക്കുന്നതാണ്. ആ ദേഷ്യത്തിൽ ഇവനങ്ങ് പോയി. ഈ മോനെ ആ ഉമ്മയാണ് ഇവരെ പ്രസവിച്ചത്. ഇവനങ്ങ് പോയപ്പോ മകനെ കണ്ടപ്പോ ഈ തള്ളക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം അങ്ങനത്തെ ഒരു സമയല്ലേ. അപ്പൊ ഇവനങ്ങ് ചെന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഇതെന്താണ് ഉമ്മ? ഉമ്മ മൂത്രമൊഴിച്ച ഭാഗത്തേക്ക് ചൂണ്ടിട്ടേ, ഇതെന്താണ് ഉമ്മ ചോദിച്ചു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, മോനെ എടാ എനിക്ക് വയ്യടാ, നീ പോയത് മുതൽ ചുമക്കാൻ തുടങ്ങിയതാണ്. അവളോട് ചോദിച്ചു നോക്ക്, ചായ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. ചുമ കൂടിയപ്പോ അറിയാതെ അങ്ങ് മൂത്രമൊഴിച്ചടാ. ഒരൊറ്റ അടി ഉമ്മയുടെ മുഖത്ത്, എടാ നിന്റെ കൈ പുതുക്കളരുത്തുന്ന ചെറുപ്പക്കാരാ, ഉമ്മയുടെ മുഖത്ത് നീ കൈവയ്ക്കേ. ബാപ്പയുടെ മുഖത്ത് കൈവെക്കുന്ന ഉമ്മയുടെ മുഖത്ത് കൈവെക്കുന്ന നിന്റെ കൈ പുതുക്കളരിച്ചുകൊണ്ടുണ്ട്. പുതുക്കളരിച്ച് ആ നോട്ടിൻ കാരണം നിന്റെ പെണ്ണ് വരുന്ന വലിച്ചെറിയും. എന്നിട്ടേ അല്ലാഹു നിന്നെ മരിപ്പിക്കൂ. ഉമ്മയോടും ബാപ്പയോടും കളിച്ചവനെ ഇവിടെ വെച്ച് മൂത്രത്തിലിട്ടിങ്ങനെ വിരകിയിട്ട് അള്ളാഹു തലവനെ മരിപ്പിക്കൂ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു താല കാക്കുമാറാകട്ടെ. ഏതാനാവട്ടെ ഉമ്മാന്റെ മുഖത്തങ്ങടിച്ചപ്പോ അവൻ കസേരയിൽ നിന്ന് വീണു. നാട്ടുകാരെ കഥ പറയല്ലട്ട, ആ ഉമ്മാൻ എനിക്ക് പരിചയമുള്ള തള്ളേൻ. കുറെ ചായ ഉമ്മാന്റെ കൈകൊണ്ട് കുടിച്ചിട്ടുണ്ട്. ഏതൊരു ഉസ്താദ് ആ മഹലിൽ ചെന്നാലും ഒരു മുഫത്തിഷ് വന്നാൽ ആ ഉസ്താദ് ചായ കൊടുത്തുവിടും, മദ്രസക്കും പള്ളിക്കൊക്കെ. പാവാണ് ഉമ്മ. ആ ഉമ്മാനെ പരിചയം ഉണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഉമ്മ കസേന്ന് വീണതും ഈ ചെറുപ്പക്കാരൻ ഉമ്മയുടെ വയറ്റിലേക്ക് ആരോഗ്യമുള്ളവന് ചവിട്ടു. ആ ഉമ്മ പിടഞ്ഞ് കുഞ്ഞുമോന്റെ മുഖത്ത് കൈകൊണ്ട് അങ്ങ് കാണിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിമീങ്ങളെ, ഒരു ഉമ്മ സ്വന്തം മകന്റെ ചവിട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിയ ഉമ്മ മരിക്കുന്നു. മരിച്ചപ്പോഴാണ് ഉമ്മയുടെ മഹത്വം ഇവന് തിരിയുന്നത്. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മാനെ ഞാൻ ചവിട്ടിയപ്പോ എന്റെ ഉമ്മ ഇങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞ ആ സമയത്ത് പരിസരം പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. പക്ഷെ എന്റെ ഉമ്മ ഇങ്ങനെ പിടയുമ്പോ സക്കറാത്തിന്റെ ഘട്ടത്തിലെത്തിയപ്പോ എന്റെ ഉമ്മ 2 പ്രാവശ്യം മോനെ മോനെ എന്നെ 2 വട്ടം മോനേന്ന് വിളിച്ചു. റൂഹിത്തൊണ്ടക്കുടിയിലെത്തുമ്പോ എന്റെ ഉമ്മ എന്നെ മോനേന്ന് വിളിച്ചിട്ടുണ്ട് അതിന് തൊട്ടു മുമ്പ്. എന്നിട്ടാണ് എന്റെ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ മുസ്ലിമീങ്ങളെ, എന്താണ് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു പെണ്ണിന് വേണ്ടി പെണ്ണിന്റെ വാക്കുകെട്ടി ഉമ്മയുടെ മുഖത്തടിക്കുന്നത്, ഉമ്മയുടെ വയറ്റിലേക്ക് ചവിട്ടുന്നത്, ഇവർക്ക് അല്ലാഹു തആല വിടുവോ? ന്യായീകരിച്ചിട്ട് കാര്യമുണ്ടോ? ഉമ്മയിലടിച്ചാലും ന്യായങ്ങളുണ്ട്, പല എല്ലാവർക്കുമുള്ള ഒന്നാണ്. പക്ഷെ ഏതാനാവട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ചെറുപ്പക്കാരെ,
ينظر إلى والديه نظر رحمة إلا كتب الله له بكل نظرة حجة مبرورا. ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ഇത് മദീന പൂന്തോപ്പിൽ കിടക്കുന്ന പരിശുദ്ധമായ സത്യയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഈ മജ്‌ലിസ് വീക്ഷിക്കുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹ് വഹദൽ ഖുദ്ദത്തിൽ ഖലറാഇ ഖുദ്ദത്തി സയ്യിദുൽ ഖൗലൈനി അസൂലന ഖുറത്തുൽ ഐലൈനി. ആ ബറക്കത്തുള്ള പരിശുദ്ധമായ സത്യയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ഈ മജ്‌ലിസ് വീക്ഷിക്കുന്ന ആ നബിത്തങ്ങളാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ പെറ്റ ഉമ്മ നമ്മുടെ ഉപ്പ. നാട്ടുകാരെ, ഇതൊരു അന്താരാഷ്ട്ര കാര്യമല്ല, ഒരു ശാസ്ത്രം എന്ന രൂപത്തിലല്ല, അതൊന്നല്ല പറയുന്നത്. എവിടത്തേക്ക് തിരിയണ്ട നോക്കണ്ട നമ്മുടെ ഉമ്മ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. ഈ വാക്ക് പറയുന്നവൻ എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ആ രണ്ട് മുത്തുകളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചു കണ്ടോ റസൂലുള്ള പറഞ്ഞ വാക്കുകൾ. റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ എല്ലാ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ച് ഒരു നോട്ടം ഉപ്പാന്റെ മുഖത്ത് നോക്കിയാൽ യുവാക്കളെ കഅബത്തിന്റെ കില്ല പിടിച്ചൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉറക്കച്ചൊല്ലു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് ഈ വാഴ കഴിയുമ്പോഴേക്കും ഒരു 10-25,000 സ്വലാത്തെങ്കിലും മദീനയിലേക്ക് എത്തിക്കണം. പ്രഭാഷണത്തിൽ ആവർത്തന മോശമാണെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹിന്റെ പേര് ആവർത്തിക്കുന്നത് അത് നല്ല വെളിച്ചം പള്ളിപ്പറമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ആവർത്തിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കച്ചൊല്ലി. ഞാൻ നിങ്ങൾ ഒരു വട്ടം പറയുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ നിങ്ങളൊക്കെ കൂടി പറഞ്ഞ ഒരു 10-500 സ്വലാത്ത് മദീനയിലേക്ക് എത്തിച്ചൂടെ? അൽഹംദുലില്ലാഹ്. ഒരു 50 പ്രാവശ്യം പറഞ്ഞ 25,000 സ്വലാത്ത്, 40 പ്രാവശ്യം പറഞ്ഞ 20,000 സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ആ നിലയ്ക്ക് ഞാൻ ആവർത്തിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നമറത്തിൻ ഹജ്ജത്തുൽ മബ്റൂറാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉമ്മയുടെ ദാസയുടെ മാതാവിന്റെ പിതാവിന്റെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നേട്ടം നോക്കിയാൽ സർവാലയത്തിന്റെ സില്ലമെടുത്ത് പാൽക്കടല പോലെ വിശാലമായി കിടക്കുന്ന അറഫാമങ്ങൾ ചെന്ന് അല്ലാഹ് സന്തോഷത്തോടെ ദുആ ചെയ്ത് ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് റസൂലുള്ളാഹി. അന്നുണ്ടല്ലോ ഉമ്മയോടും ബാപ്പയോടൊക്കെ വല്ലാത്ത ഇഷ്കുള്ള മക്കൾ അന്നുണ്ടല്ല. ഒരു കുട്ടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ ഉപ്പയുടെ മുഖത്ത് 100 വട്ടം ഞാൻ നോക്കിയാണോ, എന്റെ ബാപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു, ഇന്ന് ജുമുഅക്ക് പോലും വരാൻ പറ്റാത്ത വിധത്തിൽ എന്റെ വാപ്പ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്ന എന്റെ ചെറുപ്രായത്തിൽ എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന തരത്തിൽ ഞാനങ്ങനെ പോയി കളിക്കും. പലപ്പോഴും എന്റെ ഉമ്മ വിളിച്ചിട്ട് പറയും, മോനെ എടാ എന്തിനാണ് നിന്റെ ഉപ്പ ജോലി ചെയ്യുന്ന തരത്തിൽ തന്നെ പോയി കളിക്കുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്നങ്ങനെ കളിയാക്കും. സത്യമാണ് നബിയേ, അന്ന് പട്ടിണിക്കാലമാണ്, ചായക്ക് ഗതിയില്ലാത്ത കാലമാണ്. ഒരു തുള്ളി വെള്ളം എന്റെ ഉപ്പായുടെ അരികിൽ പോയി ഞാൻ കളിക്കുന്നത്. എന്റെ ഉപ്പാക്കൊരു ഗ്ലാസ് ചായ ലഭിച്ചാൽ എന്റെ ബാപ്പ അല്പം കുടിച്ചിട്ട് മോനെ എന്ന് വിളിക്കും. ആ ചായ കിട്ടാനാണ് ഞാൻ അവിടെ പോയി കളിച്ചിരുന്നത്. അത് ഹക്കാണ് നബിയേ. എന്റെ ഉപ്പനിക്ക് ആ ചായ നൽകുമ്പോ ഞാൻ ആ ചായ കുടിക്കും. എന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണം കിട്ടുന്ന സമയത്ത് എന്റെ ബാപ്പ ആ ഭക്ഷണത്തിൽ തൊടാതെ എന്നെ വിളിച്ചിട്ട് എന്റെ വയറ് നിറയുന്നത് വരെ ഭക്ഷിപ്പിക്കും. മതി ഉപ്പ എന്ന് പറഞ്ഞാൽ ഒരു പിടിയും കൂടെ മോനെ എന്ന് പറഞ്ഞിട്ട്
സമയത്ത് എന്റെ വാപ്പൊരു പിടിയെടുത്ത് എന്റെ വായിലേക്ക് വെച്ചു തരും. ഞാൻ നിർത്തിയാൽ ഞാൻ കടിച്ച ബാക്കി എന്റെ ഉപ്പയെടുത്ത് കടിക്കും. ആ ഉപ്പയിന്ന് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നു. ഞാനങ്ങ് ഓടിക്കൊന്നു എന്റെ ഉപ്പാന്റെ കവിളത്തിന് മുട്ടം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ, 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ റസൂലുള്ള പറഞ്ഞു, മോനെ ഉപ്പാന്റെ മുഖത്ത് എന്റെ മക്കളെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ബാപ്പ പാവമോ. പല ആളുകൾക്കും ഉമ്മയുടെ മാറ്റം ചെയ്യും, ഉപ്പയുടെ മാറ്റം ചില ആളുകൾക്കൊന്നും ചെയ്യാറില്ല. ഈ ഭൂമി നെടുകുരുകുന്നത് പോലെ ഒരുകിത്തീരുന്നൊരു പാവമുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് മുഴുവനും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാവമുണ്ട്, ഒരു പാവപ്പെട്ട ജീവി. അത് നമ്മുടെ ഉപ്പയാ, അത് നമ്മുടെ ബാപ്പയാ. പച്ചപ്പാവമല്ലേ ബാപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാൽ 100 ഹജ്ജ് ദൈവ പറഞ്ഞല്ലോ മുഹമ്മദ് മുസ്തഫ. മാഷാ അല്ലാഹ്. എന്താ നാട്ടുകാരെ, എന്താണ് എന്റെ ചെറുപ്പക്കാരെ, റസൂലുള്ള പറഞ്ഞ രാശിയ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. ഇതൊക്കെ അല്ലാത്ത നിധികളാണ്. പലപ്പോഴും നമുക്കൊന്നും അറിയുന്നില്ല. കല്യാണം കഴിക്കുമ്പോഴാണ് കൂടുതൽ അറിയാതെ പോകുന്നത്. അല്ലാഹ് കാക്കട്ടെ. നിങ്ങളൊന്ന് ആമീൻ പറയുമ്പോ ഹബീബിങ്ങളെ അല്ലാഹു തആല കാക്കട്ടെ. അപ്പോ കല്യാണം കഴിക്കോളം ഈ വെറുപ്പും പ്രശ്നവും വിഷമൊന്നുമില്ല. കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ഒരു ലോകാണ്, ഏതൊക്കെയോ ഒരു ലോകാണ്. ഒരുത്തൻ കല്യാണം കഴിച്ചു, നമ്മുടെ ഏകദേശം ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറത്താണ്. ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് 10-12 ആവില്ല, മഞ്ചേരി ഭാഗത്താ. അപ്പൊ കുറച്ച് ഓടാണ്ട്. ഞാൻ കൊണ്ടോട്ടി ഓർമ്മ അനുസരിച്ച് പറയാം. അപ്പോ ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ കല്യാണം കഴിച്ചു. 1 മാസമായിട്ടുള്ളൂ. അവൻ വീട്ടിലേക്ക് വന്നപ്പോ ഇവളിങ്ങനെ കള്ളക്കരച്ച്, ഈ പെൺകുട്ടികൾക്ക് കരച്ചു വെച്ച് ഓവറാണ്. അവർ പെട്ടെന്ന് കരയും ചെയ്യും, പെട്ടെന്ന് ചിരിക്കും ചെയ്യും, എല്ലാം ഉണ്ടാകും ചെയ്യും. അതൊക്കെ അങ്ങനെ ഒന്നാണ്. അപ്പൊ ഏതായാലാവട്ടെ ഈ പെണ്ണങ്ങ് കരഞ്ഞു. കരഞ്ഞപ്പോ ഈ ചെക്കൻ ചോദിക്ക, ചെക്കൻ ഞാൻ മനഃപൂർവ്വം പറയട്ടാ, ഈ ചെക്കൻ ചോദിക്കാണ് ഈ പെൺകുട്ടിനോട് എന്തടി ചോദിച്ചു. അപ്പൊ അവള് പറയാം, നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോകാൻ ഒറ്റ കരച്ചില്. 1 മാസമായിട്ടുള്ള ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവളങ്ങ് കരഞ്ഞപ്പോഴൊക്കെ ഇവന് മാറ്റടി, ഡ്രസ് എടുക്കടി ഭാര്യനോടെ. എന്നിട്ട് ഡ്രസ് എടുക്കാൻ പറഞ്ഞു. മാറ്റി, ഡ്രസ് മാറ്റിയിട്ട് ഇവർ രണ്ടാളങ്ങ് ഇറങ്ങാണ്. അപ്പൊ ഈ തള്ള, മോളെ അല്ലോ, ഈ തള്ളാര് പാവങ്ങളാട്ടാ, അവരെന്ത് ഒച്ചപ്പാടുണ്ടാക്കി, അതൊക്കെ പ്രായാധിക്യം കൊണ്ട് പറയാ. അപ്പൊ മോളേന്ന് വിളിച്ചു കൂട്ടാക്കിയില്ല. പക്ഷെ ബാപ്പ ഇറങ്ങി ചെന്നിട്ട് മരുവോളെ മോളേന്ന് വിളിച്ചിട്ട് കൂട്ടാക്കിയില്ല. അവസാന ചെക്കനെ മോനേന്ന് വിളിച്ച്, എടാ മോനെ ഞാൻ പരിഹരിക്ക മോനെ, ഇങ്ങോട്ട് വാടാ, കൂട്ടാക്കിയില്ല. രണ്ടാളും പോയിന്ന്. ഒരു മഹലിലാണ് ഭാര്യ വീട്, അപ്പുറപ്പുറ വീട്. നേരെ ഭാര്യ വിട്ട് പോയി താമസിച്ചു. നോക്ക് നിങ്ങള്, അപ്പോഴേക്ക് അമ്മായിമ്മ കിട്ടിപ്പോയി നിധി. അമ്മായിമ്മക്ക് കിട്ടിയപ്പോ സന്തോഷേക്കാരം. അല്ല ഇവിടെ ഒന്നും ഇല്ലട്ടാ, ഇവിടത്തെ ഒരൊറ്റ അമ്മായിമ്മ പെടൂലട്ടാ. അങ്ങനത്തെ കരുതൽ എനിക്ക് വേദന പോകുമാണോ. അപ്പോ ഞാൻ പറയുന്നത്, ഈ അമ്മായിമ്മ ഗൾഫിലുള്ള മകന് ഫോൺ ചെയ്തു. ഗൾഫിലുള്ള മകന് ഫോൺ ചെയ്തിട്ട് പറയാം, മോനെ അളിയനിപ്പോ നമ്മളെ വീട്ടിലാടാ, വന്നിട്ടുള്ളൂ. അളിയനിപ്പോ നമ്മുടെ വീട്ടിലാടാ, അതുകൊണ്ട് അളിയൻക്കൊരു വിസ അയക്കാൻ പറ്റിയ വിസ അയക്കും മോനെ. അളിയൻ വിസ എന്നൊരു വിസ ഉണ്ട്. ഇത്ര വലിയ ശൈത്താൻ വിസ ഭൂമിയിൽ വേറല്ല. ഇത്ര വലിയ ശൈത്താൻ വിസ. എന്റെ വാല് കേട്ടിട്ട് ആ വിസ കിട്ടിയവരൊന്നും മുടക്കരുതിട്ടാ. അങ്ങനത്തെ വിസ നിങ്ങൾ അത് നഷ്ടപ്പെടുത്തല്ലേ. അപ്പോ അളിയൻ വിസ എന്നൊരു വിസ വല്ലാത്തൊരു ശൈത്താൻ വിസയാണ്. എന്താ ശൈത്താൻ വിസ എന്ന് പറഞ്ഞു ഞാൻ കുട്ടിക്കൊള്ളി. നല്ല രൂപത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് റഹ്മത്തിന്റെ വിസയാണത്. അങ്ങനെയാക്കാൻ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. അളിയൻ വിസ, അളിയനൊരു വിസ അയച്ചു കൊടുത്തു. ഇവൻ നേരെ ഭാര്യ വിട്ടുന്ന് ഗൾഫ് പോകാണെന്ന്. ഈ ഉമ്മാനൊരു വാക്ക് വന്നിട്ട്, ഉമ്മ ഞാൻ പോട്ടെ, ആണും പൊന്നിട്ട് ഇവനുള്ളൂ. ഈ മാതാപിതാക്കൾക്ക് കുട്ടികള് ഒറ്റ മോനെ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇതൊന്നും ഞാൻ കഥ പറയട്ടെ, എനിക്കിത് അറിയുന്ന ഒരു വാക്യാത്ത ഞാൻ ഈ പറയുന്നത്. ഒറ്റ മോനെ ഉള്ളൂ, വേറെ പെൺകുട്ടികളും ഇല്ല, ആൺകുട്ടികളും ഇല്ല. അവൻ ഭാര്യ വീട്ടിൽ പോയിന്ന്. അയൽവാസികൾ വന്നിട്ട് ഈ തള്ളനോട് പറയാ, നിങ്ങളെ മോൻ ഇന്നലെ ഗൾഫ് പോയല്ലോ, നിങ്ങളെ മോൻ ഇന്നലെ ഗൾഫ് പോയി എന്ന് പറഞ്ഞപ്പോ ഈ തള്ള എന്താന്നൊരു പച്ച മലയാളത്തില്, പഠിച്ചവനെ എന്റെ മോനൊരു സ്ഥലത്തും കൊടുക്കരുതേ വന്നോ, എന്റെ മോനക്ക് ഗൾഫിൽ നല്ല ബർക്കത്ത് കൊടുക്കണേ വന്നോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കി തള്ളയുടെ മനസ്സ്. ആ മകന് ദ്വാരം കൊടുത്തു.
ഇവിടെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഫോണ് ഈ ഉപ്പാക്ക് ചെയ്യേ, ഈ ഉമ്മാക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് നേരെ ഭാര്യ വീട്ടിലേക്ക്. ഇപ്പൊ ഷെയ്ത്താൻ പിതാന്റെ ഊക്ക് തിരുണ്ടങ്ങൾക്ക് നേരെ ഭാര്യ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഭാര്യ വീട്ടിൽ വന്നവൻ താമസിച്ചു. ഭാര്യ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് അപ്പോഴേക്കും ഉമ്മ പെറ്റ തള്ള അറിഞ്ഞിട്ടാ മോൻ വന്നത്. രാത്രി ഉപ്പ ഉറങ്ങിയാല് ജനവാതിന്റെ അടുത്ത് വാതിലിന്റെ അരികിൽ വന്ന് ഇരിക്കും തള്ള. കാരണം ബാപ്പ ഉറങ്ങിട്ടെങ്കിലും എന്റെ മോൻ എന്നെ കാണാൻ വരും, എന്റെ മോൻ എന്നെ കാണാൻ വരും. 6 മാസം താമസിച്ചിട്ട് ആ ഉമ്മാനൊരു നോക്ക് കാണാൻ പോയില്ല, ആ ഉപ്പാനൊരു നോക്ക് കണ്ടില്ല. എന്നാ ജുമാക്ക് 2 കൂട്ടരും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടെങ്കിലും ഉപ്പാനൊന്നും മുണ്ടിയോ, ഒന്ന് കൈയൊടിച്ചോ, സംസാരിച്ചില്ല. പക്ഷേ ഈ മോന്റെ അമ്മോഷൻ ഉണ്ടല്ലോ, ഭാര്യയുടെ ഉപ്പ, ഇയാള് മറ്റുള്ള ആളുകളോട് പറയാ, ഇതെന്റെ മരവും കൊണ്ടുവന്ന തുണിയാണ്, നല്ല കള്ളിത്തുണിയായി. അപ്പൊ ബാപ്പാന്റെ മനസ്സ് പൊട്ടൂലേ? അയാൾ എന്റെ റൂമിൽ വന്നു. ആ ബാപ്പ എന്റെ അടുത്ത് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഒന്നുമല്ല, അവന്റെ മോന് ഗൾഫിൽ നിന്ന് വന്നിട്ടേ അവന്റെ അമ്മോഷൻക്കൊക്കെ നല്ല തുണി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്നോട് പറയാം, എനിക്കൊന്നും വേണ്ട, അവന്റെ ഉമ്മ ഒരു പാവല്ലേ, ആ തള്ളക്കാരും കൊടുക്കാൻ വേറെ മക്കളൊന്നും ഇല്ലല്ലോ, ആ തള്ളക്കൊരു തുണി കൊടുത്തില്ല. എന്താണ് ഞാൻ പറഞ്ഞു ഈ ആജ്യരോടെ? ആജ്യൊന്നല്ല, ഇയാൾ നാടൻ മനുഷ്യനാ, ആജ്യ ഇയാളെ തോപ്പിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു, കരയണ്ടട്ടാ, നിങ്ങളൊന്നും വിഷമിക്കല, അതൊക്കെ അല്ല, നിങ്ങൾ നിക്ഷേപിക്കണ്ട, നിങ്ങളെ മോനല്ലേ, ക്ഷമിക്കണ്ട നിങ്ങള്. ഞാൻ എന്ത് ചെയ്തന്ന് ഹജ്ജ് ചെയ്തു വരുന്ന സമയമാണെല്ലാരും ഒരു ഹാജിക്ക് ഞാൻ വിളിച്ചു. ഹജ്ജ് കഴിഞ്ഞ ആള് വരുന്നുണ്ട്. ഞാൻ ആൾക്ക് മക്കത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോ നിങ്ങള് ഒരു വയസ്സായ ആൾക്ക് ഒരു ജോഡി ഡ്രസ്സും ഒരു ഉമ്മാക്കൊരു ഡ്രസ്സ്, 2 ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെ അവർ കൊടുന്നു. പിറ്റത്തെ വെള്ളിയാഴ്ച ഇയാൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങള് മോന്റെ ഉമ്മാക്കും കൊടുത്ത് നിങ്ങൾ ധരിക്കണട്ടാ. എന്താണ് ആ സാധുവിന്റെ കരച്ചിലറിയോ? ഇത് ഗൾഫിൽ നിന്ന് വന്നതാണ്, ഗൾഫിൽ നിന്ന് കൊടുന്നതാണ്, നിങ്ങൾ ധരിക്കണം എന്നാണ്. ഈ മനുഷ്യന്റെ കരച്ചിലെന്തായിരുന്നു അറിയുന്നു? എന്താണ് ധരിക്കുക? ഈ ഉപ്പുള്ളിൽ കണ്ണീർ കൊടുക്കിയാൽ നീ 100,000 വട്ടം ഇബാദത്തെടുത്തിട്ട് കാര്യമുണ്ടോ? അള്ള ബുദൂരടാ നിന്നെ. അള്ളവിടിന്റെ ബാപ്പങ്ങാനും നെഞ്ഞത്ത് കൈവച്ചൊന്ന് കരഞ്ഞോക്കട്ടെ. അതൊക്കെ വിഷയം ഗുരുതര. എന്തൊക്കെ ന്യായീകരിച്ചിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല. ഏതായിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്റെ നല്ലവരായ സഹോദരങ്ങളെ, 2 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ വന്നത്. പോകോളം ഉമ്മാനെ കണ്ടില്ല, ഇവൻ പോയിന്ന് വീണ്ടും. കേട്ടെ, ബാക്കി ഞാൻ പറയണ്ട, നിങ്ങളെ മനസ്സ് പൊട്ടും. എനിക്കും പറയാൻ പ്രയാസമുണ്ട്. 10 കൊല്ലത്തോളം ഇവൻ ഉമ്മാനെ തിരിഞ്ഞു നോക്കിയതില്ല. നേരെ ഭാര്യ കുടുംബം അപ്പുറം പേർക്ക് അറിയില്ല. അങ്ങനെ ഇവന് 10 കൊല്ലത്തിനുള്ളിൽ ഒരു കൊട്ടാരമുണ്ടാക്കി ഭാര്യ വീടിന്റെ അരികിൽ. അങ്ങനെ അയൽപ്പക്കാരൊക്കെ വീടിരിക്കല്. അജര് എവിടെ എന്താ പറയാ, കുടിയിരിക്കുക വീടിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഞാൻ ഗൂഢലൂർ കിടക്കാൻ മനുഷ്യനാട്ടാ. നിങ്ങൾ എന്തേലൊക്കെ അധികപ്പെട്ട നിങ്ങൾ പൊരുത്തപ്പെട്ടാണ്, ഓരോ നാട്ടുഭാഷയാണ്, നിങ്ങൾ അതൊന്നും വിചാരിക്കണ്ട. അപ്പോ ഞാൻ പറയുന്നതേ, വീടിരിക്കുക. അങ്ങനെ എല്ലാവരും ക്ഷണിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഒരു ചെക്കന്റെ സ്വന്തം മകന്റെ വീടിരിക്കല്. ഉപ്പാനോട് മിണ്ടിയിട്ടില്ല, ഉമ്മാനോട് മിണ്ടിയിട്ടില്ല. തിങ്കളാഴ്ച സുബഹിക്കാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച അമ്മോഷന് പള്ളിയിൽ വരുന്നവരൊക്കെ വീടിരിക്കല് പറയുന്നുണ്ട്. അത് ഈ വാപ്പ കേട്ടു. ഈ വാപ്പ വന്നിട്ട് ഉമ്മാനോട് പറയാം, എന്റെ കുട്ടിന്റെ കുടിയിരിക്കലാണ് അത്ര, തിങ്കളാഴ്ച. അപ്പൊ ഈ തള്ളേ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ തള്ളക്ക് പോകാനാണേ, തള്ളനോട് പറയണ്ട, തള്ളക്ക് പോകാനാണ്. പക്ഷെ അയാള് പറഞ്ഞു എന്നോട്, ഞാൻ അല്ലാത്തവരോടൊക്കെ പറഞ്ഞു, എന്നോട് മുണ്ടിയില്ല. നിങ്ങൾ ആ രംഗം ആലോചിച്ചോക്കി. ഞാൻ ആ ഉമ്മാന്റെ കരച്ചിൽ കണ്ടിട്ടുണ്ട്, കൽബ് പൊട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരൊക്കെ കുടിയിരിക്കുന്നു പോയി വരിക, ഭക്ഷണം കഴിച്ച് ഇറച്ചിയും പൊറാട്ടയും 10 രൂപ കടിച്ചിട്ട്. അപ്പൊ ഈ 2 ആളും വയസ്സായിട്ടുണ്ട് പറ്റുള്ളതെന്ന്. 2 ആളും വരാന്തിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നാട്ടുകാർ ചോദിക്കും, നിങ്ങളെ മോന്റെ കുടിയിരിക്കലല്ലേ, നിങ്ങൾ 2 ആളും പോയില്ലേ? എന്താ നീ എത്ര വലിയ തങ്ങന്മാരെ കൊണ്ടുവന്നാലും, എത്ര വലിയ ഉസ്താദുമാരെ കൊണ്ടുവന്ന് നീ വീട്ടിൽ കാണാൻ നടത്തിയാലും, എന്റെ അനുജാ, നിന്റെ ഉസ്താദുമാരും നിന്റെ വീട് അത് നൽകിയ വീടാണ്. നമുക്ക് ബർക്കത്ത് നൽകില്ല, അത് ശൈത്താനിന്റെ വീടാണ്. ആരോ വരട്ടെ, ആ തങ്ങൾ വന്നു, ഈ ഉസ്താദ് വന്നു, ആര് വന്നിട്ടും ബർക്കത്ത് ധാര പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല ബർക്കത്ത് നൽകില്ല. ഉമ്മകളെ വലിച്ചെറിഞ്ഞ്, ബാപ്പാനെ വലിച്ചെറിഞ്ഞ് ആരെക്കൊണ്ട് വലിയെത്താണ് ഒരു ബർക്കത്ത് അല്ലാഹു തആല കൊടുക്കില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വീടിരിക്കൽ കഴിഞ്ഞു. ആ ആഴ്ച
ഇവനൊരു അപകടത്തിൽപ്പെട്ടു, ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഈ മകനെ മഞ്ചേരി, അന്ന് താലൂക്ക് ആശുപത്രിയാ, ഇപ്പൊ ജില്ലാ ആശുപത്രി തന്നു, അന്ന് താലൂക്ക് ആശുപത്രിയാ. ആ താലൂക്ക് ആശുപത്രിയിൽ ഇവനെ കൊണ്ടുവന്ന് കിടത്തി. ആദ്യം തന്നെ ഉമ്മാടച്ച് തള്ളാരങ്ങനല്ലേ, തള്ളാറ് ചവിട്ടിലെത്തിയത്. അയൽവാസികൾ പറഞ്ഞത് എന്തറിയോ, നിങ്ങളെ മകൻ നിങ്ങളെ കുരുത്തക്കേട് എട്ടിയിട്ടുണ്ടേന്നു. അവൻ തള്ള എന്തേ വെച്ചപ്പോഴേ അവർ ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ട് മഞ്ചേരി ആശുപത്രി കിടക്കുന്നുണ്ട്. ഈ തള്ള, ഈ ഉമ്മ വേറൊരു ഡ്രസ് ധരിച്ചില്ല, ആ കീറിയ വസ്ത്രം ധരിച്ചിട്ട് ആ ഉമ്മ ആശുപത്രിയിലെത്തി. ഭാര്യ എത്തുന്നതിന് മുമ്പ്, അമ്മായിയും എത്തുന്നതിന് മുമ്പ്, അമ്മോഷൻ എത്തുന്നതിന് മുമ്പ് ഈ ഉമ്മ അവന്റെ അരികിലെത്തിയിട്ട് ബോധം കെട്ട് കിടക്കുന്ന മകന്റെ ചുണ്ടത്ത് ഒരു തുള്ളി വെള്ളം അങ്ങനെ ഉറ്റിച്ചു. ഒരു ഉമ്മല്ല വെള്ളം കൊടുക്കുന്നത്. ഉടൻ തന്നെ അവൻ കണ്ണു തുറന്നപ്പോ ഈ ഉമ്മ പറഞ്ഞ വാക്കെന്താ അറിയോ, മോനെ മോനെ ഉമ്മേണടാ, മോനെ ഉമ്മേണടാ. ഓ എന്റെ അനുജാ ചെറുപ്പക്കാരെ, പിടയുന്ന സമയത്ത് 10 കൊല്ലത്തോളം തിരിഞ്ഞു നോക്കാത്ത മകൻ അപകടത്തിൽപ്പെട്ടു എന്ന് കേട്ടപ്പോ ആദ്യമായി എത്തിപ്പെട്ടതൊരു ഉമ്മയാണെങ്കിൽ ഈ ഉമ്മാനെ വലിച്ചെറിയുന്ന, ഈ ഉമ്മയെ മറക്കുന്ന എന്റെ അനുസാ നീ എന്ത് ചെയ്താലും ഇവിടെയാവട്ടെ ചെറുപുഴൂർ ഭാഗത്തോ ധനത്തിലോ ഇവിടെ പോയാലും ഒരു ഐശ്വര്യവും നല്ലോഹം നൽകില്ല. നേർമറിച്ച് പാവങ്ങളാണ് സാധിക്കണ, ആ പാവങ്ങളെ സന്തോഷിപ്പിച്ചാലോ വല്ലാത്ത ഐശ്വര്യവുമാണ്. അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. അപ്പോ കുടുംബത്തിൽ ഏറ്റവും വലിയ നിധികളാണ് ഉമ്മ ഉപ്പ. ഞാനതങ്ങ് പെട്ടെന്ന് പറഞ്ഞത് മാത്രം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബം 3 കാര്യം ഈ സമുദായത്തിൽ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഞാനങ്ങ് തുറന്നു പറയട്ടെ. നിങ്ങൾക്ക് സമയം വേഗം ഇങ്ങനെ എത്രയെന്നൊന്നും ഇപ്പൊ എനിക്കറിയില്ല. സംഭവം 9:30 മണിയായിട്ടുണ്ട്. ഞാൻ കരുതിയിരിക്കുന്നത് ദുആടൊക്കെ ഒരു 10 മണിയാണ്. 10 മണിക്ക് ഈ ഭാഗം നിർത്തും ഇൻഷാ അല്ലാഹ്. ഞാൻ എന്തിനാ 10 മണി പറഞ്ഞതറിയാ, പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഫോണ് വരലുണ്ട്, ഇതിങ്ങനെ പോകാം, അതിന് നിൽക്കണ്ട, ഞാൻ എളുപ്പമാണ് നിർത്തിക്കോളാം. അപ്പൊ അതിന് വേണ്ടിയത് പറയാ, ഫോണ് എല്ലാവർക്കും വരാം, അങ്ങനെ ഏണ അതിന്റെ കോലം. അപ്പോ ഞാനതിന് മുമ്പാണ് നിർത്തിക്കോളാം, നിങ്ങൾ അതിന് സമയം മുൻകൂട്ടി പറഞ്ഞതാ. ഏതായാലത്തെ 3 കാര്യം അത് ഈ കുടുംബത്തെ ഇസ്ലാമിൽ എന്നല്ല മറ്റു മതക്കാരെയാവട്ടെ നശിപ്പിച്ചു കളഞ്ഞു ഈ ജീവിതത്തെ. 3 മുസീബത്ത് അല്ലാഹു കാക്കട്ടെ. ഒന്നെന്താ നിങ്ങള്, ഞാൻ നേരത്തെ പറഞ്ഞ അമ്മായിപ്പോരെന്നെ സംഭവം. ഈ മക്കൾക്കൊരു പ്രശ്നം എന്താണ്, ഈ പിണക്കപ്പെട്ടത് വരുന്നെന്താ നിങ്ങള്, അമ്മായിപ്പോര് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അത് ഇവിടെ ചെറുവണ്ണൂരുണ്ടാ, ഒന്ന് മൂളിയാ ബീവിങ്ങളെ. അമ്മായിപ്പോര് ഇവിടെ ഭാര്യ വീട്ടിലല്ലല്ലോ താമസം, എന്നാ പിന്നെ അത്യാവശ്യം അമ്മായിപ്പോര് പടി ഉണ്ടാവും. അമ്മായിപ്പോര് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അമ്മായിപ്പോര് എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിലിപ്പോ ഒരമ്മായി ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു, നമ്മക്കൊരു കഷ്ടം തരുന്നു. ഇവിടെ ആൾക്കണ്ട ഒക്കെ കാതരാജനെ കണ്ടിട്ട് കൊണ്ടുവരാണ്. അപ്പൊ ഇവിടെ അടക്കി. അപ്പൊ ഞാൻ പറയുന്നതേ, അമ്മായിമ്മ, ഞങ്ങളുടെ നാട്ടിലൊരു അമ്മായിമ്മ ഹജ്ജിന് പോകുന്നത് കേട്ടാ മരുമക്കൾക്ക് വലിയ സന്തോഷാണ്. മരുമക്കൾക്ക് എന്തോ ഒരു സന്തോഷം. അപ്പൊ എന്തോടെ വെച്ചാ മരുമോട് പറയും, ഒന്നുമില്ല ഉസ്താദേ, അമ്മായിമ്മ ഹജ്ജിന് പോവുകയാണ്, അങ്ങനെങ്കിലും ഇപ്പൊ 4 പീസ റാഹത്തോടെ വീട്ടിലിരുന്നോടെ ഉസ്താദയാണ്. ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യമുണ്ട്, ഉംറക്ക് പോകട്ടെ. ഇപ്പൊ അടുത്തൊരു തള്ള ഉംറക്ക് പോവാണ്. അപ്പൊ ആ തള്ളന്റെ മരുവോട് എന്തോ ഒരു ഓട്ടാടത്ര റൂമില് വലിയ സന്തോഷം. അപ്പൊ അവള് പറയണത്ര, ഒരു 10 പീസ റാഹത്തോടെ വീട്ടിലിരുന്നൊരു അമ്മായിമ്മ പോയി വരുമ്പോഴേക്കാണ്. അതെന്താണ് ഈ അമ്മായിപ്പോര് എന്ന് പറയുന്ന സാധനം എത്ര നശീകരം പിടിച്ചൊരു പോര്. ഈ തള്ളാരടിയില് അത് ചിലത് പറയണം, ഇപ്പൊ കാട് കയറി പറഞ്ഞ ഒരു വിഷമായി തീരും. അത് എന്തോ ഈ ഉമ്മമാരുടെ ഇടയിൽ വന്നുപെട്ടൊരു മുസീബത്താണത്. ഉമ്മ, എന്റെ വായില് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം എടുത്തു കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ സ്വന്തം മകളാണ്. ആ ബോധം ഉമ്മാന്റെ മനസ്സിന് പോകുമ്പോഴാണ് ഈ ആൺകുട്ടികൾക്കുള്ള സ്നേഹത്തെ തകിടം പറയുന്നത്. അവരെ വല്ലാതെ ചീത്തറിട്ടും കാര്യമില്ല, പക്ഷെ ആഗ്രഹം പോലെ ഈ ആൺകുട്ടികൾ തന്നെയാണ്. അത് പ്രശ്നം തന്നെയാണല്ലോ. ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടികളുടെ സ്വന്തം മകളാണ്. മോനെ, മരുമക്കളെ മോനെ എന്നല്ലാതെ വിളിക്കരുത് ഉമ്മ. സുബ്ഹാനല്ലാഹ്, മരുമക്കളെ മോളെ എന്ന് വിളിക്കാം. ഈ വിഷയത്തിൽ ഉസ്താദുമാരും തങ്ങന്മാരും ഹാജിമാരും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒക്കെ എന്ന് പറയാൻ എല്ലാവരും തന്നെ കേട്ടോ, അതിനൊക്കെ പരാജയം. നിങ്ങൾ മാത്രമൊന്നല്ല, എത്രയോ ഉസ്താദ് ഈ അമ്മായിപ്പോരെന്ന് പറഞ്ഞ അള്ള കാക്കട്ടെ. ഒന്ന് ആമി പറഞ്ഞാൽ പടപ്പാളയെ അള്ള കാക്കട്ടെ. വല്ലാത്തൊരു മുസീബത്ത് തന്നെയാണ്. എനിക്കിപ്പോ ഇതൊക്കെ മാറ്റിച്ച് 2 ചരിത്രം പറഞ്ഞ 2 മണിക്കൂർ തേക്കാൻ അറിയാത്ത ആളല്ലേ. ഞങ്ങൾക്ക് കുറെ ബാലറെ തുടങ്ങിയിട്ട് കുറെ കാലമായിരുന്നു.
അന്ന് ഞാനിപ്പോ നിങ്ങളിങ്ങനെ ഇന്നും ഇങ്ങനത്തെ ഒരു വിഷയം തന്നപ്പോ എന്തായാലും അങ്ങ് പറയാന്ന് മാത്രം. നോക്കി നിങ്ങള് സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വിഷയം തന്നെയാണ് ഈ അമ്മായിപ്പോരി എന്നുള്ളത്. അത് ഉസ്താദുമാർക്ക് അരികിൽ വന്ന അവരും കുടുങ്ങി. ചില ഉസ്താദുമാരൊക്കെ ഉണ്ട്, ചില ഉസ്താദുമാര് പാവങ്ങളെന്ന്. അവര് ചിലപ്പോ റമളാത്ത് വരികയാണ്. ഇതിപ്പോ റജബ അല്ലല്ലേ, റജബായിപ്പോ ഇനിയിപ്പോ ഷഅബാൻ റമളാൻ. ചില നാടൊക്കെ ഉണ്ട്, ചില മഹല്ലുണ്ട്, ചില കമ്മിറ്റിക്കാരുണ്ട്. ഞാൻ അതൊന്നും ഇതൊക്കെ ബ്രിട്ടനിലെ കമ്മിറ്റിക്കാരൊക്കെ ഞാൻ പറയാം. നിങ്ങൾ അങ്ങനെ കൂട്ടണം, ഇവിടെ ഒന്നും പെടൂല. അപ്പോ റമളാനാണ് വരുമ്പോ ചില കമ്മിറ്റിക്കാർ ഒരു ഉസ്താദിനോടെ, അതെ റമളാൻ 30 ദിവസങ്ങൾ എവിടെയും പോരുന്നിട്ട് ഉസ്താദേ, എന്താ ഇയാള് പാറമ്മ മുളച്ചതാ? ഈ ഉസ്താദ് പാറമ്മ മുളച്ചതാ? ഈ ഉസ്താദിനുള്ളേ ഭാര്യയും മക്കളൊക്കെ, ഒരു 1.5 വയസ്സുള്ള മോളെ കാണാൻ ഈ ഉസ്താദിനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഉപ്പച്ചീന്ന് വിളിക്കുമ്പോ അതൊക്കെ ഒന്ന് കാണാനും ഒന്ന് അടച്ചുവിട്ടാനൊക്കെ പറ്റുങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു സ്വാലിഹായ കമ്മിറ്റി മെമ്പറാണ് ഉസ്താദുമാരോട് 30 ദിവസം വീട്ടിൽ പോകാതെ പള്ളിയിലിരിക്കണമെന്ന് പറയില്ല. ഒരു സ്വാലിഹായ കമ്മിറ്റി മെമ്പറാണെങ്കിൽ. ചില നാട്ടിലുണ്ട്, ഉസ്താദേ ഇതൊക്കെ ഞാൻ അനുഭവം ചില വാക്യാത്തുകൾ തന്നെ പറയുന്ന കുട്ടികളൊക്കെ ഉള്ളതാ, നമ്മളെ മലയാള നാട്ടിൽ നടന്നതാ. അപ്പൊ ചില ആളുകൾ ഉസ്താദേ റമളാൻ 30 ദിവസങ്ങൾ പള്ളി വീട്ടിൽ പോരുന്നിട്ടാ, എന്നിട്ട് ഈ പാവം നോക്കി കഷ്ടപ്പെട്ടിട്ട് 30 ദിവസം തിന്നോന്നു. എന്നിട്ട് പെരുന്നാള് നാളെ ഉറപ്പിച്ച് മാസം കണ്ടോ. അപ്പൊ ഉസ്താദിന്റെ ആവശ്യം എന്താ അറിയോ? പെരുന്നാളിന്റെ അല്ല, നാളെ മാസം കണ്ട എന്റെ മക്കളൊന്ന് പോയി കണ്ടൂടെ, എന്റെ വയസ്സാറ് തള്ളുണ്ട, തള്ളന്റെ അടുത്തൊന്ന് പോയി ഇരുന്നൂടെ, എന്റെ ഭാര്യ മക്കളൊന്ന് കണ്ടൂടെ. ഇതാണ് ഈ ഉസ്താദിന്. അങ്ങനെ മാസം കണ്ടു എന്ന് ഉറപ്പിച്ചു. മാസം കണ്ടത് ഉറപ്പിച്ചപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, പിന്നെ ഉസ്താദിന്റെ സന്തോഷം. ബാഗിന് നാളെ പോകാനുള്ള ഡ്രസ്സും കാര്യൊക്കെ. ഈ പെൺകുട്ടിന്റെ 2 വയസ്സുള്ള മോള്, ആ മോൾക്കുള്ള പെരുന്നാൾ ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പെരുന്നാൾ ഉടുപ്പ് ഉസ്താദിന്റെ ബാഗിലാ. അങ്ങനെ 8:30 മണിക്ക് പെരുന്നാൾ ഖുത്ബ കഴിയും. ഇവിടെയൊക്കെ ഇല്ലേ ഒരു 8:30 മണിക്ക് പെരുന്നാൾ ഖുത്ബ കഴിയും. പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞ ഉടനെ ഈ ഉസ്താദിന്റെ മനസ്സന്തരങ്ങള് പോയാ ഒരു 12-1 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. എന്നിട്ട് എന്റെ മോളെ, ആ 2 വയസ്സുള്ള കുട്ടി, എന്റെ ഉമ്മാക്കുള്ള ജോഡി വസ്ത്രം, എന്റെ ഉപ്പാക്കുള്ള ജോഡി വസ്ത്രം, ഇതൊക്കെ ഉസ്താദ് വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ ആൾ വാങ്ങിക്കൊടുക്കാൻ വീട്ടിലില്ല. എന്നിട്ട് ആ ഉസ്താദ് 8:30 മണി പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞ നേരെ റൂമിലേക്ക് പോകുക, പെട്ടെന്ന് പോകാനട്ടാ. അപ്പന്റെ മഹല്ല് പ്രസിഡന്റ് വരും. അല്ലോ, ചില നാട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോ മഹല്ല് പ്രസിഡന്റ് വന്നിട്ട് ഉസ്താദിനോട് പറയും, ഇവിടെ ഒരു ആദത്തുണ്ട്, ഒരു പതിവുണ്ട്. ഇവിടെ എല്ലാ പെരുന്നാളിനും പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ ഉസ്താദ്മാര് പോവുക. അത് ഇവിടെ നിയമമുണ്ട്. ഈ പ്രസിഡന്റ് ചോറ് എന്ന് പറയുന്ന ചോറുണ്ട്, ഇത്ര മുസീബത്ത് ചോറ് വേറല്ല, മുസീബത്ത് ചോറ്. ഇവിടെ പ്രസിഡന്റുമാരുണ്ട്, ഒന്നും വെറുക്കരുതട്ടാ. നിങ്ങളല്ല, ഇനി അങ്ങനത്തെ പ്രസിഡന്റാണ്, നിങ്ങൾ വെറുത്തിട്ട് കാര്യമില്ല. അങ്ങ് വെറുത്തിട്ട് കാര്യമില്ല. റമളാൻ 30 ദിവസം സഹിച്ച ഈ ഉസ്താദിനെ ഒരു ഇഖ്ലാസുള്ള പ്രസിഡന്റ് ആണെങ്കിൽ 30 ദിവസം ഈ വീട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ, പോയിക്കോ നിങ്ങളെ. രാവിലെ കരി കൊണ്ടിട്ട് നല്ലൊരു നാസ്ത കൊടുക്കുക, പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞല്ലേ, അപ്പൊ വയറ് നിറച്ച ഉസ്താദിനെ ചീറ്റിപ്പിച്ച് കൊടുത്തിട്ട് എളുപ്പം പറഞ്ഞേക്കാം, അതാ നല്ല പ്രസിഡന്റ് ചെയ്യാ. ഇത് എപ്പോഴാ ചോറല്ലേ, ഉച്ചക്കാണെന്ന്. എന്നിട്ട് ഈ ഉസ്താദ് പ്രസിഡന്റിന്റെ ചോറും കാത്തിരിക്കുക. ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഈ മോളെ ഡ്രസ്സുണ്ട്, എല്ലാ തകിടം പറഞ്ഞു. എന്നിട്ട് 12:30 വരെ ബാങ്ക് വിളിക്കുന്നവരും. അപ്പൊ ഉസ്താദ് വിചാരിച്ചതേ ബാങ്ക് വിളിച്ചാ പെട്ടെന്ന് നിസ്കരിക്കാം, എന്നിട്ട് പോയച്ചോ. അവിടെ പെരുന്നാളാണ്, പ്രസിഡന്റ് വീട്ടിൽ പെരുന്നാളാ. പേരക്കുട്ടികളും ലോഡ് കുട്ടികളുണ്ട്, ഒരുപാട് മക്കളുണ്ട്. അവരൊക്കെ വന്നിട്ട് അവിടെ ചെറിയും കളിയും പാട്ടാ. ഈ ഉസ്താദ് അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് 2-2:30 മണിയിട്ട് ചോറ് കൊടുത്തിട്ടില്ലട്ടാ. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് പ്രസിഡന്റ്? ഈ ഉസ്താദിനെ ചിന്തിക്കണ്ടേ? ഈ ഉസ്താദിനുണ്ടല്ലോ വീടും കുടുംബ തറവാടൊക്കെ. അങ്ങനെ 3 മണിക്ക് ചോറ് കഴിച്ചിട്ട് ഈ ഉസ്താദ് പോകുകയാണ്. അപ്പോഴേക്കും ആ ചോര പെയ്തരില്ലേ, അത് ഉറങ്ങി. രാത്രി ഒരു 7-8 മണിക്ക് വീട്ടിലെത്തുമ്പോ ഈ കുട്ടികൾ ഉറങ്ങിയെന്ന്, ഈ മോൾ ഉറങ്ങി. ഉമ്മ ഇങ്ങനെ വാതിൽ മുറ്റിയപ്പോ ആരാണത്? ഉമ്മാന്ന് വിളിച്ചപ്പോ ഈ തള്ള പറയാ, ആ മോൻ റെഡി. ഭാര്യന്ന് വിളിച്ചിട്ട്, മോളെ അവൻ വരുന്നുണ്ട്, അവന് പെരുന്നാളില്ല, നോമ്പുമില്ല, ഉമ്മയില്ല, വാപ്പിയില്ല, ആരുമില്ല. ഈ ഉമ്മാക്കറിയോ പ്രസിഡന്റ് ചോറ് എത്തും കുടുങ്ങിയിരുന്നാടെന്നപ്പോ ഉമ്മാക്കറിയില്ലല്ലോ. അങ്ങനെ അവിടുന്ന് കാത്തിരിക്കുകയെന്നു. എന്നിട്ട് ഈ ഉമ്മ വാതിലൊക്കെ തുറന്നിട്ട് മകനെ കണ്ടത്, മോളെ ആ നീട്ടി വിളിക്കണ മോളെ വിളിയൊക്കെ ഇങ്ങള്, അഥവാ ഈ ഉസ്താദിന്റെ ഭാര്യനെ വിളിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എന്തൊക്കെ ആയാലൊരു സന്തോഷം തന്നെയാണ്. ഉമ്മ വിളിച്ചല്ലോ മോളേന്ന്. നേരെ മറിച്ച്
റമദാൻ 30 ദിവസം ഇരിക്കും ചെയ്തു. പെരുന്നാളും കഴിഞ്ഞു, പെരുന്നാൾ കുത്തുബയും കഴിഞ്ഞു, പ്രസിഡന്റിന്റെ സുഹറും കഴിച്ചു, പ്രസിഡന്റിന്റെ വീട്ടിലെ പായസം കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോ ഉമ്മന്റെ റബ്ബർ ബന്ദ് വായിട്ടവർ അങ്ങനെ ഇരിക്കണം. അപ്പൊ എന്താ ഭാര്യനോട് പറ്റിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാര്യ കൊബ്രബന്ധ വാട്ട പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് പഠിച്ചവനെ പ്രസിഡന്റിന്റെ രാത്രി ചോറ് കഴിച്ചവിടെ ഇരുന്നാ മതിയായിരുന്നു. പറയില്ല, നിങ്ങളൊന്ന് പറയും. അപ്പൊ ഉസ്താദുമാരാണെങ്കിലും ശരി, അമ്മായിപ്പോര് എന്നൊരു ദുഷിച്ച പോരുണ്ടെങ്കിൽ എന്നാ പിന്നെ ഒക്കെ തകിടം മറിഞ്ഞു, എല്ലാം പ്രശ്നം. അത് ഉസ്താദുമാരാണ്, തങ്ങന്മാരാണെങ്കിലും ഒക്കെ അതെ. ഏതായാലാവട്ടെ, ഞാൻ പറയുന്നത് അമ്മായിപ്പോര് എന്നൊരു സാധനം അത് ഈ ഉമ്മത്തിൽ വന്നുപെട്ടത് വല്ലാത്ത നശീകരണമായിപ്പോയി. അല്ലാഹു കാക്കട്ടെ. ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ സ്വന്തം മകളാകുന്നമാരെ, എത്രക്കാലം പാവങ്ങളാണവർ. കാരണം ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ ഉപ്പ, ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തി അഞ്ചത്തികൾക്ക്, ആ പെൺകുട്ടിയുടെ ആങ്ങളമാരുകൾക്ക്, ആ പെൺകുട്ടിയുടെ ഇളാമ മൂത്തമ്മകൾക്ക്, ആ പെൺകുട്ടിയുടെ എല്ലാ കോരകളെയും മാറ്റിവെച്ചിട്ടുള്ള അവരുടെ അരികിലേക്ക് വന്നിട്ട് ജീവിക്കുന്ന ആ പെൺകുട്ടിയോട് കടുപ്പം കാണിക്കുന്ന നിങ്ങളെ അല്ലാഹു തആല വെറുതെ വിടില്ല. മരുമക്കളുടെ കണ്ണീര് കുടിപ്പിക്കുന്ന അമ്മായിമ്മമാര് അല്ലാഹു വെറുതെ വിടില്ല. പ്രായമുണ്ടെങ്കിൽ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആഗ്രഹം നഷ്ടപ്പെടുത്തേണ്ട ഉമ്മമാരെ, വയസ്സായ ഉമ്മമാരോട് അതിൽ ഞാൻ ഒതുക്കുകയാണ്. ഇമ്പമുള്ള കുടുംബം എന്നൊരു വിഷയം വെച്ചപ്പോ എല്ലായിടത്തും ഒരു തോണ്ടല്. ഞാൻ ഇപ്പൊ അത്ര ഉള്ളു. ഞാൻ പിന്നെ നാട്ടില് നമ്മുടെ കല്യാണം പ്രമാണിച്ച് 10 ദിവസം അത് കഴിഞ്ഞെല്ലാം പറഞ്ഞു. വിഷയം തരുന്നവരങ്ങള് ഈ വിഷയ നമ്മുടെ കുടുംബം 10 ദിവസം. എന്നിട്ട് ഞാൻ 10 ദിവസം പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത കൊല്ലം പറയാം. എന്നിട്ട് ബാക്കി ഇക്കൊല്ലം പറയും ചെയ്തു 5 ദിവസം. അതിപ്പോ ഈ ഒരു ദിവസം നിങ്ങൾ ഇമ്പുള്ള കുടുംബം ഒന്നും വെച്ചിട്ട് ഞാൻ എന്ത് കുടുംബം പറയാം? എനിക്കൊരു കൊടുത്തൂല്ല. ഇപ്പൊ എത്രയോടത്താണ് എത്തും? 10 ആകുമ്പോൾ ഞാനൊന്ന് നിർത്തും ചെയ്യും. 10 ആവണുണ്ട്. അപ്പോ ഏതാനാവട്ടെ, ഞാൻ പറയും ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു വിഷയമാണെങ്കിൽ ഒരു 2-3 ദിവസം എന്നാ പിന്നെ ഒപ്പിക്കാൻ പൊന്നാര സ്ഥിതികാച്ചി നിങ്ങളെ ഈ വസ്വാസമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോ ഏതാനാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നോർത്തു നോക്കൂ നിങ്ങൾ. അമ്മായിപ്പോരി എന്ന നാട്യകഥ, നാട്യകഥ തന്നെ അല്ലത്. അത് വല്ലാത്ത ദുർഗതി, അള്ള കാക്കട്ടെ. എന്നാ അമ്മോസം പോരട്ടെ ഇവിടെ ഉണ്ടാ, എന്നാ പിന്നെ അവർ 2 വാക്ക് പറയായിരുന്നു. അല്ലാഹു തആല ഇല്ലല്ല, അത് വളരെ കുറവാണ്. പിന്നെ അമ്മോശന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവരെ ഭാര്യ പറഞ്ഞതേ കേൾക്കുള്ളൂ. നിങ്ങളെ മര്യാള് അപ്പൊ ഇങ്ങനെ അതിലേക്കും എന്താ അറിയില്ല, മരുവളോട് അപ്പൊ ഇങ്ങനെ അത് ആണായി നിൽക്കണം. അവിടെ ആണായിട്ട് മരുവളെ കുറ്റം പറഞ്ഞ ഡി എനിക്കെന്റെ മരുവളും കിടക്ക, എന്റെ മക്കളും കിടക്കാം, നിന്റെ പിത്തറുണ്ടാക്കരുതട്ടാ, പറയാനുള്ള തന്റെ ഇടം വേണം. അതാണ് ആണ് എന്ന് പറയുന്നത്. അള്ള തോപ്പിക്കയ്യട്ടെ, അള്ള തോപ്പിക്കയ്യട്ടെ. അത് ആമി പറഞ്ഞോടി, തമാശ ഒന്നല്ല ഞാന്. ഏതാണാവട്ടെ, അപ്പൊ ഒന്ന് അമ്മായിപ്പോരി എന്നൊരു മുസീബത്ത്. രണ്ടാമത്തെ ഒന്നാണ് അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ വെക്കേഷൻ സമയല്ലേ, ഞങ്ങളുടെ ആയിട്ടിലാവണുള്ളൂ. 2 വർഷം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഭാഗം അന്ന് മാർച്ച് മാസം ലാസ്റ്റാണ്. അവിടെ കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞ, ചെറുപ്പക്കാരനെ ഉസ്താദെ ദോർക്കണം, നിങ്ങളിപ്പോ തിന്നിനടിയിൽ ഇത് മറക്കണമെന്നില്ലല്ലോ, നിങ്ങളെ തിന്നോളൂ, ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ തിന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നതേ, ഒരു മനുഷ്യരെ മാഷാ അല്ലാഹ്, ഒരു ചെറുപ്പക്കാരന്റെ അനുജന്റെ പ്രായം കൂടി ഇല്ല അവന്. അവൻ വന്നിട്ട് എന്നോട് പറയാം, ഉസ്താദെ ദ്വാരക്കണട്ടാ. ഞാൻ സ്റ്റേജ് പത്ത് ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നിർത്താത്ത പറച്ചിൽ ദ്വാരക്കണം. സാധാരണ ചെറുപ്പക്കാർ കുട്ടികൾ ദ്വാരക്കണം എന്ന് പറയാൻ മെല്ലെ ചോദിക്കേ, കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. കഴിച്ചിട്ടുണ്ട്, ഇനി ഒന്നും ചോദിക്കണ്ട, അവന്റെ ഉമ്മയും ഭാര്യ എന്തോ പ്രശ്നം എന്നാ അർത്ഥം. ഞാൻ അങ്ങനെ വിലയിരുത്തല്. പക്ഷെ ഇവൻ വല്ലാതെ ദ്വാരക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ മോനെ ചോദിച്ചു. അപ്പൊ ഇപ്പൊ എന്നോട് പറയാം, നാളെ എന്റെ പെങ്ങള് വരുന്നുണ്ട് ഉസ്താദെ ദ്വാരക്കുകയും. അല്ലോ, ഞാൻ അന്ന് ഈ മുസീബത്ത് മനസ്സിലാക്കിയിട്ട് എനിക്കെന്നെ മുമ്പ് അറിയില്ല. ഇങ്ങനെ ഈ പെങ്ങന്മാർ ഇത്ര വലിയ ഇടങ്ങാറാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഈ പെങ്ങന്മാരുണ്ടല്ലോ, വെക്കേഷൻ സമയത്ത് 10 ദിവസം 8 ദിവസം പാർക്കാൻ വരൂലേ, ഇത്ര മുസീബത്ത് വേറല്ല. അപ്പൊ ഉണ്ടാകും. ഇപ്പറ്റ വിചാരിക്കുന്നത് എവിടുന്ന് വന്നവരാണ് നിങ്ങൾ, എന്തായാലും ചെറിപ്പ സമയമാണ്. ഏപ്രിൽ മെയ് മാസം ഏത് വീട്ടിലാണെങ്കിലും ഇമ്മാക്കഥ വൈമ്മാക്കഥ രണ്ടാളൊന്ന് വരും. ഒന്നുകിൽ ആ വീട് റാഹത്താകും, അല്ലെങ്കിൽ ആ വീട് ഖറാബാകും. ഈ പെങ്ങന്മാര് 10 ദിവസം വന്നങ്ങ് പോയാ അതൊരു കാളപുട്ടതിന്റെ. എനിക്ക് ആ പെങ്ങളെ വരവ് തിരിഞ്ഞില്ല.
അത് ഞാൻ പാല് കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് എന്റെ അടുത്തിരുത്തിയ സ്റ്റേജിന്മേ. അവൻ എന്ന് ഞാൻ ചോദിച്ചു എന്താ മോനെ, അപ്പൊ അവന്റെ വിഷമം തുറന്നു. അവന്റെ ഉള്ളാണ് തുറന്നില്ലേ, എന്റെ ഉമ്മാക്ക് എന്റെ ഭാര്യ ജീവന്റെ ജീവനാണ് സാധയാണ്. ഇവൻ പറയുന്നോട് എന്റെ ഭാര്യയ്ക്ക് എന്റെ ഉമ്മ എന്ന് വെച്ചാൽ അതിലേറെ ജീവനാ. എന്റെ ഭാര്യ ഉമ്മയതെ മോളെ മോളെന്ന് വിളിച്ച് അങ്ങനെ റാഹത്തോടു കൂടി ഇരിക്കുമ്പോ കഴിഞ്ഞ കൊല്ലേ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ കൊല്ലം മാർച്ച് മാസത്തിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് പറയാ, എന്റെ പെങ്ങള് പാർക്കാൻ വന്ന് ഉസ്താദേ 10 ദിവസം അവള് കുറുമേന്ന് പറഞ്ഞ് എന്റെ ഉമ്മാനും ഭാര്യയും തെറ്റിച്ചു പോകുന്നു. ഇതപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവിടെ ഒന്നും ഇല്ല, നിങ്ങളൊന്നും മൂളിയാ ബീബിങ്ങളെ, ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒന്നും ഇല്ല തോന്നല്. അപ്പോ അവള് കുറുമേന്ന് പറഞ്ഞ് കുടുംബം തെറ്റിച്ചു പോകും. അങ്ങനെ ഞാൻ അവരൊന്ന് ഇണക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം വീട്ടിൽ കയറ്റി ചെന്നപ്പോഴേ, എടാ ആ പഹച്ച് വന്നത് മുതലാണ് നമ്മളെ വീടൊക്കെ നശിച്ചത്. സ്വന്തം ഭാര്യനെ കുറിച്ച് ഭർത്താവിനോട് തള്ള പെട്ടെന്നേ ഈ മോളെ ഉമ്മാന്ന് വിളിച്ചടക്കണേ. അപ്പൊ അവള് വന്നത് മുതൽ നമ്മുടെ വീടൊക്കെ നശിച്ചത്, എല്ലാം പോയടാ. അപ്പൊ പെങ്ങളെ 10 ദിവസം വരുന്ന വല്ലാത്ത ഗുളികന്നായിരുന്നു. അങ്ങനെ ആ പോക്ക് കൊണ്ട് കുറച്ചൊന്നുമല്ല. നിങ്ങൾ ഇന്നോട് തെറ്റുവോ ഒന്നുമില്ലല്ല. ഈ കുടുംബവയലാകുമ്പോഴേ ഞാൻ ആദ്യം പറയല, ഭക്ഷണമൊക്കെ നേരത്തെ ആക്കണമെന്ന് പറയാം. ഞാൻ ചോറൊക്കെ കഴിച്ചു, എന്റെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടപ്പോ വരുന്നേ. ഞാൻ ആചാര്യ വീട്ടിൽ പോയിട്ടൊക്കെ ഞാൻ എന്റെ ഏർപ്പാട് ഞാൻ മെല്ലാണ് കയറി പോകും. കാരണം ഈ ബാല് പറയും ചെയ്യാ. എന്നിട്ട് പിന്നെ ഏതെങ്കിലും വീട്ടിൽ ചോറ് കഴിക്കാനും പോയാ ഏതെങ്കിലും മരോളോ ഉമ്മ ഈ പഹനപ്പ ചോറ് കൊടുക്കണമെന്ന് അങ്ങനെ കരുതിയാ എല്ലാം പ്രശ്നം. അപ്പൊ അതിനൊന്നും ഞാൻ നിൽക്കുക, എളുപ്പം പോവുക. നേരത്തെ കഴിച്ചാൽ ആ പ്രശ്നം തീരുമല്ലോ. വല്ല മരണോ ഔലിയാക്കളെ കുറിച്ചൊക്കെ ആണെങ്കിൽ അതിന് എപ്പോ കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ട് ആദ്യം കിട്ടിയാലും ശരി അവസാനം കിട്ടിയാലും ശരി, അത് വേറെ കുഴപ്പത്തില്ല. ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ചിന്തിക്കല. ഏതായാലാവട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ചെറുപ്പക്കാരനോട് പറയാം, ഞാൻ ഈ ഇരിക്കുന്ന മാധ്യമങ്ങളെയും ഉസ്താദുമാരുടെ ഒക്കെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയട്ടെ, ഈ കുട്ടി എന്നോട് എന്റെ മനസ്സ് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ എന്നോട് പറയാ, ഉസ്താദേ എന്റെ ഉമ്മാക്ക് ജീവന്റെ ജീവനായിരുന്നു എന്റെ പെണ്ണ്. ഒരു പ്രാവശ്യം എന്റെ ഉമ്മ ബാത്റൂമിൽ വീണിട്ട് 6 മാസത്തോളം എന്റെ ഉമ്മ മൂത്രത്തിൽ കിടന്നു. ഈ 6 മാസം എന്റെ ഉമ്മാന്റെ മൂത്രം കഴുകിയതും ഡ്രസ്സ് കഴുകിയതൊക്കെ എന്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എന്റെ ഭാര്യ എന്റെ അടുത്ത് വന്ന് കിടക്കാറുണ്ട്, രാത്രി കിടക്കും. ഒരു ദിവസം നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല, നെട്ടി ഉണർന്നു. അപ്പൊ പെണ്ണില്ല. അപ്പൊ എന്റെ പെണ്ണ് വല്ലാത്തൊരു പാവമാണ്, എനിക്ക് അവളെ കുറിച്ച് അറിയാം. ഇവൻ പറയാ എന്നോട്. അപ്പൊ ഞാൻ തമാശക്കൊരു വല്ലാതെ പറയണ്ടാറ്, ഞാൻ അങ്ങനെ ഉണ്ട്, ഞാൻ എന്റെ ഒരു ശൈലിയാണത്. അപ്പൊ ഇവൻ പറയല്ല സാറേ അങ്ങനെ പറയല്ല, ഞാൻ കാര്യത്തിലാ പറഞ്ഞത്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ റൂമിലില്ലാന്ന് കണ്ടപ്പോ ഞാൻ അവളെ വിളിച്ചു, പേര് വിളിച്ചു ഉറക്കെ. അവൾ വിളി കേൾക്കുന്നില്ല, അടുക്കളയിൽ പോയി ഇല്ല, ബാത്റൂമിൽ ചെന്ന് അവിടെ ഇല്ല. അപ്പൊ എന്റെ ഉമ്മ കിടക്കുന്ന റൂമില് ഞാൻ മെല്ലെ ഇങ്ങനെ എത്തി നോക്കിയപ്പോ എന്റെ ഉമ്മാന്റെ അരികിൽ എന്റെ ഭാര്യ ചുരുണ്ട് കിടക്കുന്നുണ്ട്. എന്റെ ഉമ്മാന്റെ അരികിൽ. അപ്പൊ ഞാൻ ഒരു തട്ട് കൊടുത്തു അവളെ. ഞാൻ കയ്യേറ്റ് ഇങ്ങനെ തട്ട് കൊടുത്തപ്പോ അവള് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പോയി കടന്നോളി. ഉമ്മ എഴുന്നേൽക്കുമ്പോ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ എപ്പോഴാ ഉമ്മ എഴുന്നേൽക്കാന്ന് അറിയില്ല, പോയി കടന്നോളി നിങ്ങള്. ഉസ്താദേ എന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകിയാണ് ഇയാള് പറയാ. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നേരെ റൂമിൽ പോയി കിടന്നു. പിന്നീട് ഒരു ശബ്ദം. അത് ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ എന്റെ ഉമ്മാനെ ഏറ്റിട്ട് അവള് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ കരഞ്ഞു. എന്റെ തള്ള എന്റെ പെറ്റ ഉമ്മാനല്ല എന്റെ ഭാര്യ ഏറ്റി പോകുന്നത്. അപ്പൊ ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് എന്റെ ഉമ്മാന് മൂത്രമൊഴിച്ചു. ഇവനോട് പറ, എന്റെ ഉമ്മ മൂത്രമൊഴിച്ചു. എന്റെ ഭാര്യയുടെ മാറിടത്തൂടെ മൂത്രം ഇങ്ങനെ ഒഴുകണം. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഭാര്യയ്ക്ക് വല്ല അറപ്പായിട്ടുണ്ടാവാം. അങ്ങനെ അവള് കഴുകി വൃത്തിയാക്കി ഉമ്മാനെ കിടത്തിയിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മ എന്റെ മാറിടത്തൂടെ മൂത്രം ഒഴിച്ചപ്പോ എനിക്കൊരു വെറുപ്പ് തോന്നിയാ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇന്നല്ല കണ്ടത്, 6 മാസമായി നിങ്ങൾ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങല്ലേ, 6 മാസമായി ഇങ്ങനെ മൂത്രം ഒഴിക്കണ. വെറുപ്പുണ്ടെങ്കിൽ അന്ന് എനിക്ക് വെറുപ്പ് വേണ്ടേ? എനിക്കൊരു വെറുപ്പില്ല, എന്റെ ഉമ്മയാണത്, എന്റെ ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ മരുവളെ ഉമ്മാനെ മൂത്രത്തിൽ കിടന്ന സമയത്ത് കാഷ്ടവും മൂത്രമൊക്കെ കൈകൊണ്ട് വടിച്ചെടുത്ത് വൃത്തിയാക്കിയൊരു മോളാ. പക്ഷേ ഇവൻ പറഞ്ഞു ഉമ്മാനോടെ, ഉമ്മ പറഞ്ഞാൽ അവള് വന്നത് കൊണ്ട് ഈ നാശം എന്നുള്ളത്. അപ്പോ അവിടെ ഇവനങ്ങ് പറഞ്ഞത്ര, ഉമ്മ അവളിവിടെ വീട്ടിലുള്ളോണ്ടല്ലേ ഈ നാശക്കണ്ടത്, അവളെ ആട്ടി വിട്ടോടമ്മ. എങ്ങട്ടെങ്കിലും ആട്ടി വിടടാ. ഈ തള്ള പറഞ്ഞു ആട്ടി വിട്ടുന്ന്. ഇവന് ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, 2 ചോരപ്പൈതലുകളുണ്ട്. എന്നിട്ട് ഇപ്പം വിളിച്ചിട്ട് പറയാം, നീ
നാളെ രാവിലെ തന്നെ നീയും ഇവിടുന്ന് പോകണം നിന്റെ വീട്ടിലേക്ക്. അപ്പൊ ഈ പെണ്ണെ കടിച്ചിറക്കി ഇവന്റെ മനസ്സുകൊട്ടിൽ ഇവൻ എന്ത് കരച്ചിലാണ് ഈ ചക്കൻ കരയുന്നത്. അങ്ങനെ ഇവൻ പറയാം, രാവിലെ ഇവിടെ എഴുന്നേറ്റിട്ട് മെല്ലെ എന്നോട് പറഞ്ഞു, നിങ്ങളും ഇന്നെ ഒഴിവാക്കരുതട്ടാ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവൻ പറഞ്ഞു അത്രേ, പൊയ്ക്കോ നീ മക്കളും കൂട്ടി പോ, ഞാൻ അവിടെ വരച്ച് പൊയ്ക്കോ. ഒരു ചെറിയ ഹിക്മത്താണ്. അങ്ങനെ മനസ്സ് പാകപ്പെടുത്തി. അവൻ അവളെ കുട്ടികൾ വിളിച്ചിട്ട് 2 കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ചിട്ട് ഉമ്മാക്ക് പോയപ്പോ ഉമ്മാന്ന് വിളിച്ചപ്പോഴേക്കും ഉമ്മ അനാവശ്യം വിളിച്ചത് മൈക്കിലൂടെ പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ടു. അവർ പോയി. എന്താണ് ആ കുട്ടികള് ഇറക്കിപ്പോകുന്ന രംഗങ്ങൾ ആലോചിച്ച് നോക്കി. ഏതായാലും പോയി. 3-4 മാസം കഴിഞ്ഞപ്പോ ആ തള്ള ചോദിക്കണം ഇവനോടെ, എടാ ആ പെണ്ണ് ജീവൻ പോയോ നല്ലട്ട ചോദിച്ചത്. വേറെ ഭാഷ അത് മൈക്കിലൂടെ പറയണ്ട, അവൾ ജീവൻ പോയോന്ന്. അപ്പൊ ഈ ചെക്കൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇപ്പോഴല്ലേ അവൾ നിങ്ങൾക്ക് ഇത്ര മോശമായത്. 6 മാസം മൂത്രത്തിൽ കിടന്നപ്പോ നിങ്ങളെ മൂത്രം കഴുകിയത് ആ പെണ്ണായിരുന്നില്ലേ. അവള് നിങ്ങളെ പൊക്കിയിട്ട് ബാത്റൂമിലേക്ക് പോയപ്പോ അവളെ മാറിടത്തൂടെ മൂത്രം ഒഴിച്ചിട്ടില്ലേ. 1, 2, 10, 20 ദിവസമാണ് ഒഴിച്ചത്. അപ്പൊ തള്ളങ്ങ് പറഞ്ഞു, മോനെ എടാ എന്റെ കുട്ടിനെ കൊണ്ടുപോകാ, എന്റെ കുട്ടിനെ ഈ തള്ളാരത്രേ ഉള്ളൂന്ന്. തള്ളാർക്കാ നേരത്തെ പെങ്ങളെ ഇങ്ങനെ കൊടുത്ത ഗുളികയാണിപ്പതേ. അപ്പൊ എന്റെ മോളെ കൊണ്ടുപാടാറും ഇവൻ കൊണ്ടുവന്നില്ല. ഈ തള്ള എന്താ ചെയ്തതറിയോ, മകന്റെ കീശയിൽ നിന്ന് 100 ഉറുപ്പിക എടുത്തിട്ട് ഓട്ടോ വിളിച്ചു പോയി ഈ മരോളെ വീട്ടില്. എന്നിട്ട് ആ 2 കുട്ടികളെയും മരോളെയും കൊണ്ടുവന്നു വീട്ടിലേക്ക്. അൽഹംദുലില്ലാഹ് ഇവൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോ ആ പഴയ വിളി ഉണ്ടല്ലോ മോളേന്ന്, ആ മോനെ ഉമ്മാന്നുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ കുറെ കാശുണ്ടായിട്ടെന്താ, ഈ വിളി കേട്ടാലുള്ള സുഖം കുറച്ചൊന്നുമല്ല. അങ്ങനെ മോളെ ഉമ്മാന്നുള്ള വിളി കേട്ടപ്പോ അൽഹംദുലില്ലാഹ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ എന്റെ ഭാര്യ ഉമ്മയും പഴയ സന്തോഷത്തിലാണ്. എന്റെ ഉമ്മാക്ക് മോളെ ഇതിപ്പോഴും എന്റെ ഭാര്യ വേണം. ഭാര്യക്കത് ഉമ്മാറെ ജീവനാ, നല്ല റാഹത്തിലാണ് ഉസ്താദേ. അപ്പോഴൊക്കെ നാളെ പഴച്ചു വരുന്നുണ്ട് കേൾക്കണം ഉസ്താദേ. അപ്പൊ ഈ പറയണത് നിങ്ങൾ മനസ്സിലായില്ലട്ട, നിങ്ങൾ എവിടൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാണില്ല അതൊന്നും. അപ്പോഴൊക്കെ നാളെ പഴച്ചു വരുന്നുണ്ട്, നിങ്ങൾക്ക് പഴച്ചിനെ തിരിഞ്ഞ അപ്പൊ ദ്വാരക്കണം. അപ്പോഴാണ് ഈ പെങ്ങന്മാർ ഇത്രമാത്രം മുസീബത്ത് കാണിക്കുന്നവരാന്നുള്ളത്. പിന്നെ ഞാനൊരിങ്ങനെ അന്വേഷണം നടത്താൻ തുടങ്ങി ഈ ചെറുപ്പക്കാരോടൊക്കെ. അപ്പൊ ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു 80% വീടും ഹറാലാക്കിയിട്ട് സ്വന്ത മോഡലാക്കിയിട്ട് അങ്ങ് പോകും ചില പെങ്ങന്മാര്. എന്റെ പെങ്ങളെ ബാലുകൾക്കെന്ന സഹോദരി, നീ എങ്ങാനും വർഷത്തിൽ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തറവാട്ടിലേക്ക് 10 ദിവസം വെക്കേഷൻ സമയത്ത് താമസിക്കാൻ വേണ്ടി വന്നിട്ട് നിന്റെ ആങ്ങളയുടെ ഭാര്യയെയും ആ നിന്റെ ഉമ്മയെയും നീ എങ്ങാനും തെറ്റിക്കാനുള്ള വടിയെടുത്താൽ അല്ലാഹു തആല ഭർത്താവിന്റെ വീട്ടിലിട്ട് നിന്റെ മനസ്സ് പൊട്ടിക്കളയും, പാപമാക്കി കളയും. തന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്കൊരു പവറും അല്ലാഹു നൽകില്ല. ഇതിന്റെ 10 ഇരട്ടി ശാപം ഭർത്താവിന്റെ വീട്ടിലിട്ട് നിൽക്കും അല്ലാഹു നൽകും. ഓർത്തോളങ്ങളെ, നിങ്ങൾ പാർക്കാൻ വേണ്ടി വന്നിട്ട് ആങ്ങളമാരുടെ ഭാര്യമാരെയും അവരുടെ ഇഷ്ടങ്ങൾ കുടിപ്പിക്കരുത്, സന്തോഷിപ്പിക്കണം. നിങ്ങൾ വേറെ ചില പെങ്ങന്മാരുണ്ടട്ടാ, ഇല്ലാതെ ഞാൻ ഒരു ഭാഗം മാത്രം പറയല്ല. അതിലെന്റെ അറിവിലുണ്ട്. ഒരുത്തന്റെ ഇശ കഴിഞ്ഞിട്ട് ഓടണം. ഞാൻ തീർച്ചയായിട്ടും പള്ളിയിലാണ്. ഇശ കഴിഞ്ഞ നിങ്ങൾ ഇടങ്ങാറാകുമോ, സമയം വൈകുന്നുണ്ട്, 10 മണിയാണ്ട്. അപ്പോ ഇശ നിസ്കാരം കഴിഞ്ഞ ഉടനെ കൊണ്ട് ഓടണം. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങോട്ടാണോ ചോദിച്ചു. ഹദ്ദാദിന് ഇരിക്കുക. അപ്പൊ അങ്ങനെ ഈ പറയാൻ പറ്റുള്ളൂട്ടാ, അല്ലാത്തൊരു എങ്ങോട്ടോടെ ഞാൻ എങ്ങോട്ടേക്കട്ടെ മുതലേ എങ്ങക്കെന്താ ഇന്നത്തെ കാലം അങ്ങനത്തോടൊന്നും പറയരുത്. അതൊക്കെ വലിയ വിഷയാ. നിങ്ങൾ ചെറുപ്പക്കാരും ഉസ്താവന്മാരാണ്, ശ്രദ്ധിച്ചോളിയായി. ഇന്നത്തെ കാലാണ് അതൊക്കെ. അപ്പോ ഞാൻ പറയുന്ന അങ്ങനെ പറയാൻ പറ്റുന്നവരോട് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങോട്ടാണോ അവിടെ ഇരിക്കുക ഹദ്ദാദിന്. അപ്പൊ അവിടെ ഇരുന്നാണ്. അത് പറ്റിയ നല്ലൊരു അതപിള കുട്ടിയാ. ഹദ്ദാദ് കഴിഞ്ഞപ്പോണ്ട് പിന്നെ മുങ്ങിൽ പോകാം. അപ്പൊ ഒരു വിത്ത് നിസ്കരിക്കാറാണ്. വിത്ത് നിസ്കരിച്ചവന് പിന്നെ അവന്റെ കയ്യും പിടിച്ചു മല്ല റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞേ ചോറ് വെച്ചിട്ട് പോകാം. അപ്പൊ ഇപ്പൊ എന്നോട് പറയാ, ഉസ്താദേ എന്റെ പെങ്ങള് വന്നിട്ടുണ്ട്, ഞാൻ പോയാലേ അവള് ചോറൊഴിക്കും. എന്റെ പെങ്ങള് വീട്ടിൽ വന്നാ ഞങ്ങളുടെ വീട് ഒരു സ്വർഗീയ വീടാണ്. ഇവൻ പറയുന്നോട് ഞാൻ അനുഭവിച്ചതാണത്. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ കുട്ടി പെങ്ങന്മാരുണ്ട്. എന്നിട്ട് പറയാ, അവള് വീട്ടിൽ വന്നാ
പിന്നെ എന്റെ ഭാര്യ, എന്റെ മക്കള് അവരെ ഡ്രസ്സ് അലക്കിയിട്ട് അവർക്ക് ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും ഞാനങ്ങ് ചെന്ന് എന്നെ അടുത്തിരുത്തിയിട്ട് ഓൾ എന്റെ അടുത്തിരിക്കും. എന്നിട്ട് കാക്കാന്നും വിളിച്ചിട്ട് ഇങ്ങനെ അവള് നടക്കും. 10 ദിവസം അവൾക്ക് അതാ പണി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പെങ്ങന്മാരുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോണ്ടാ പെങ്ങളൊരു കരച്ചില്. അപ്പൊ പറയും, ഈ ആങ്ങള പറയും, പൊയ്ക്കടി, ഞാനും താത്തി മക്കളൊക്കെ അങ്ങോട്ട് വരണ്ട്, പൊയ്ക്കോ. അങ്ങനെ കണ്ണീരോടുകൂടെ വിടുപോകുന്ന പെങ്ങന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ പെൺകുട്ടികൾക്ക് ആ മനസ്സ് കൊടുക്കട്ടെ, ആ മനസ്സ് കൊടുക്കട്ടെ. അപ്പം രണ്ടാമത്തെ ഒരു മുസീബത്ത് എന്താ പറഞ്ഞത്? അജരെ, ഒരു മുസീബത്ത് എന്താ, നിങ്ങളൊക്കെ ശ്രദ്ധ പോയി, അമ്മായിപ്പോര് എന്ന് പറയുന്ന മുസീബത്ത് അല്ലേ. രണ്ടാമത്തെ മുസീബത്ത് എന്തായിരുന്നു? ഈ വെക്കേഷൻ സമയത്ത് പെങ്ങന്മാര് പാർക്കാൻ വരാം. അത്ര മുസീബത്ത് വേറല്ല. നിങ്ങൾ ആരും കൊണ്ടുവരാതിരിക്കരുതട്ടോ വീട്ടിലൊന്നും. ഞാൻ രണ്ടാമത്തെ ഇനത്തിൽ കൊടുത്താൽ നോക്കിക്കോളി, അത് വേറെ കാര്യം. മൂന്നാമത്തെ മുസീബത്ത് എന്താ? നിങ്ങള് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പെൺകുട്ടികള്, സ്ത്രീകൾ തമ്മിലെ എന്താ തെറ്റിദ്ധാരണ. ഇന്നലെ ഞാൻ ചാവക്കാടിരുന്ന് പോയത്. അപ്പൊ അവിടെ ഞാൻ പോയപ്പോ ഒരാളെന്നോട് പറഞ്ഞു, ഉസ്താദേ, ചായ എടുക്കാൻ പോകാനും വയ്യ, എവിടെ ബാങ്കിന് പോകാനും വയ്യ, ഒന്നും വയ്യ. കാരണം നിങ്ങളെവിടെ. അപ്പൊ പെണ്ണിന് ഇയാളെ തെറ്റിദ്ധാരണയാണ്. എന്താ പറയാ? സംശയരോഗി. അല്ലാഹു കാക്കട്ടെ. പിന്നെ നമുക്ക് മൂത്രമൊക്കെ പോകുമ്പോ പറ്റൂല. എന്നാ പിന്നെ നമ്മളെ ഭാര്യ സംശയരോഗിയായി കഴിഞ്ഞിട്ടല്ല പിന്നെ എവിടേക്കും പോകാൻ പറ്റൂല. ഇയാള് പറയാ, ഞാൻ ബാങ്കിന് ഇരിക്കാൻ ആഗ്രഹമുണ്ട്, എന്നപ്പോ എല്ലാം പ്രശ്നമാണ്, ഇപ്പൊ വിളി വരും. അപ്പൊ വിടുന്നിട്ട് അയാൾ എന്തോ ഒരു സങ്കടം പറിച്ചതല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അയാളെ മാസ്റ്ററിന്റെ കോലം, ദുനിയാവിലെ മാസ്റ്ററിന്റെ കോലം മറിച്ചുണ്ട്. അത് കുറച്ച് ഖറാബ് തന്നെ കേട്ടാ. ഈ ആണുങ്ങൾക്ക് പെണ്ണിനെ സംശയിക്കാം. അതും ഞാൻ ചെറുത്ത് വാതിലപ്പോ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ, ഈ പെണ്ണ് അടുക്കളയിൽ നിന്ന് വാതിലുറന്ന, ഇതെന്താ വാതിലുറന്ന്, എന്തിനാ വാതിലുറന്ന്? നിങ്ങൾ അവർ ഉറങ്ങുമ്പോ ഒരു ഒച്ച ഇട്ടാലേ ഉറന്നിട്ട് ഒരു അജ്ജിപ്പ് അവിടുന്ന് പോയി വരില്ലേ പെണ്ണിന്. ഈ പെണ്ണിന്റെ അതാപോക്കാണ് നിങ്ങൾ. അങ്ങനത്തെ ആള് എന്റെ അറിവിലുണ്ട്. പെണ്ണിനെ കുറിച്ച് സംശയമാവും. ഈ രണ്ട് രോഗികളും മുസീബത്ത് തന്നെയാണ്. അല്ലാഹു കാക്കട്ടെ. ഒന്ന് ആമീൻ പറയപ്പടപ്പാളെ, അല്ലാഹ് കാക്കട്ടെ. വല്ലാത്ത ശൈത്താനിയത്ത് അതൊക്കെ. അപ്പൊ ഏതാവട്ടെ, തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാ എന്റെ ആവോ. നമ്മൾ വീട്ടിൽ കയറി ചെന്നപ്പോഴേ, ഇതിപ്പോ റജബ് മാസം അല്ലേ, നമ്മൾ ചെന്നപ്പോ നമ്മളെ ഭാര്യ എന്തേനാവോ, കുട്ടി ഇന്നലും വീണു മിഞ്ഞാന്നും വീണു. ചോട്ടക്കുട്ടികൾ വികാതിരിക്കും. ഈ ചോട്ട മക്കൾ എങ്ങനെ വികാതിരിക്കോ? ചോട്ടക്കുട്ടികൾ കളിക്കുമ്പോ വീകൂലേന്ന്. അപ്പൊ ഇന്നലും വീണു മിഞ്ഞാന്നും വീടും. അപ്പൊ നമ്മളൊരു അതെന്തടി, ചെറിയ കുട്ടികൾ പിന്നെ കളിക്കുമ്പോ വീകൂലേ? അതല്ല, ഒരാഴ്ചയായി കുട്ടി കരച്ചിലോട് കരച്ചില്. അപ്പൊ നമ്മൾ പറയും കുട്ടികൾ കരയാതിരിക്കൂല. അതിനിപ്പോ എന്താ? അതൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമല്ലപ്പോ. നോക്കിങ്ങള്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം. പെട്ടെന്ന് കരച്ചില്ല. ഈ വർഗം പെട്ടെന്ന് കരയും ചെയ്യും, പെട്ടെന്ന് ചുരുക്കുക. അത് അള്ള കൊടുത്ത തോപ്പിക്കാ. അപ്പോ അവളങ്ങ് കരഞ്ഞു. എന്നാ പറയടി, നിന്റെ പ്രശ്നം എന്താ പറയ്, നിന്റെ വിഷയം എന്താ? അപ്പൊ ആ പെണ്ണ് വരാതെ, നമ്മൾക്ക് ആരെന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുടുംബം മൊത്തം നശിക്കുന്നതിന്റെ ഏറ്റവും വലിയ വിത്ത് അതാണ്, ഈ തെറ്റിദ്ധാരണ. നമുക്കാരെന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കാം, ആരടി നമുക്ക് ചെയ്തേക്കാനുള്ളത്? ഞാൻ അങ്ങാടി പോണത് വരും, ഞാൻ ഇവിടുന്ന് പോകുന്നത് ചുങ്കത്തേക്ക് അല്ലെങ്കിൽ ചെറുവണ്ണൂർ അങ്ങാടിയിൽ ഞാൻ അങ്ങോട്ട് വരുന്നു. വേറെ നമ്മൾ ആരോടൊന്നുമില്ലല്ലോ. അപ്പൊ എന്താ പെണ്ണവർ ആരാ? നിങ്ങളെ കുടുംബം തന്നെ. പിന്നാരാ? ബല്ലാത്ത ജാതികളെ പറ്റുന്നത്. ഇരിക്കണോക്കണ്ട പറ്റ പൂച്ചക്കുട്ടികളെ പോലെ നോക്കിങ്ങള്. ബല്ലാത്ത ജാതികളാ. ആരാ? നിങ്ങളെ കുടുംബം തന്നെ. ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളെ ഞാൻ പറയുമ്പോ എന്നോട് നിങ്ങൾ വെറുക്കണ്ട. ഒരു പെണ്ണെങ്ങാനും എന്റെ കുടുംബത്തിൽ ആരോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ഒരു ഭാര്യ എന്റെ കുടുംബത്തിൽ ആരോ ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ല. നിങ്ങളെ കുടുംബത്തിലാരെ? വല്ലാത്ത ജാതി മുത്തുകൾ അവര്. നിങ്ങളെ കുടുംബത്തിലാരോ ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ നമ്മുടെ ജ്യേഷ്ഠനോട് ജ്യേഷ്ഠന്റെ ഭാര്യയായ പാപ്പയുണ്ടല്ലേ, നാം കല്യാണം കഴിക്കുന്നത് വരെ നമുക്ക് ഭക്ഷണം തന്ന വസ്ത്രമടക്കി തന്ന മൂത്തശ്ശിയായ പാപ്പയാണ്. ആ പാപ്പ
തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ അനുജനെ തെറ്റിദ്ധരിക്കുന്നു, അനുജന്റെ ഭാര്യയെ തെറ്റിദ്ധരിക്കുന്നു, തെറ്റന്മാനെ തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ ചോരങ്ങളെ മുഴുവനും തെറ്റിദ്ധരിച്ച് പെരുമാറുന്നവരും വേട്ടന്റെ വീട്ടിൽ തന്നെ ഒരു പായസം പിടിക്കാത്ത എത്ര ചെറുപ്പക്കാരുണ്ട്. പെണ്ണിന്റെ വാക്കി കേട്ട് നമ്മുടെ ചോരകളെ വലിച്ചെറിഞ്ഞ് ഭാര്യമായി കഴിയുന്നു. എന്റെ അനുജ, നിന്നെക്കാളും നാണം കെട്ടവൻ ആകാശത്തിന്റെ ചുവട്ടിൽ ആരാധനോ. തെറ്റിദ്ധാരണ അല്ലാഹു കാക്കട്ടെ. ഇവിടെ ഒന്നും തെറ്റിദ്ധാരണ കൊണ്ട് പിന്നെ അല്ല അകന്നു. പെങ്ങളെ കുറിച്ചും തെറ്റിദ്ധരിക്കുക. നിങ്ങൾ ആർക്കും എന്തോ സിഹർ, കുന്തത്തിലെ സിഹർ, കുടുംബങ്ങളെ കുറിച്ച് സിഹർ എഴുതുന്ന തെറ്റിദ്ധരിച്ച അത് വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ അന്ന് കൊടുക്കുന്ന ശിക്ഷത്ര അറിയോ? നമ്മൾ പാവങ്ങളെ കുടുംബത്തിൽ ആരും അവർ ചെയ്ത ചുവട് രോഗക്കാരൊക്കെ സാധാരണ തന്നെയല്ലേ. ചെറിയ പ്രശ്നം വരുമ്പോ അതെ ഞാനൊരു ഡ്രസ് മാറ്റിയൊക്കെ പോയിരുന്നു, എങ്ങട്ടാണാവ വെലത്തെ ജാതികളാണ് ഈ പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവുക. പെണ്ണുങ്ങളുടെ മനസ്സിലൂടെ ഒക്കെ വരുന്നത്. നിങ്ങൾ ഇമ്പമുള്ള കുടുംബം, ഇമ്പം കേട്ടപ്പോഴാണ് പറഞ്ഞതാ. ഇമ്പുള്ള കുടുംബം ആകെ തകടം പറയാണ് ഈ കുടുംബം. നമ്മൾ കുറെ ഇമ്പം കണ്ട് കാര്യമുണ്ടാ? നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്ന് കുടുംബം ആകെ അല്ലിച്ചില്ലയില്ലേ? എത്ര നിസ്കാരത്താമ്പ് വെച്ച് ഹജ്ജ് ചെയ്ത ഹാജിമാരാണെങ്കിലും ശരി, കുടുംബമൊക്കെ അല്ലിച്ചില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറെ ഇമ്പം പറഞ്ഞ കാര്യമല്ലല്ലോ. അതിന്റെ അവസ്ഥകളെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരാൾ സിഹർ ചെയ്തു, അവര് സിഹർ ചെയ്തു, ഇവര് സിഹർ ചെയ്തു, അല്ലാഹു കാക്കട്ടെ. ആ ശൈത്താനിയത്താണത്. ഭാര്യ പറഞ്ഞു, ആ ഭാര്യങ്ങൾ അടിക്കുകയും ചെയ്യണ്ടട്ടെ. നിങ്ങൾ ഈ ഭാഗം കേട്ടിട്ടേ നിങ്ങൾ ഈ ദേശത്ത് പോയിട്ട് കുതിരജ്ജ് എത്ര ഒട്ടനോട് പറഞ്ഞാണത്. അതൊക്കെ പറയരുതട്ടാ, അതൊക്കെ അഫ് ചെയ്ത് കൊടുത്താള്, അതൊക്കെ അഫ് ചെയ്ത് കൊടുത്താള്. ഈ 3 മുസീബത്ത് കാരണം കുടുംബമൊക്കെ നശിച്ചു, തകിടം മറിഞ്ഞു. ഇനി ഇങ്ങോട്ടുണ്ട്. ചിലപ്പോ നമ്മൾ പെങ്ങന്മാരെ സ്നേഹിച്ചാലോ അവര് വന്നിട്ട് കാക്ക കാക്ക അങ്ങക്ക് പറഞ്ഞാൽ മതി, കോക്ക അല്ലെങ്കിൽ ഇക്കാന്നൊക്കെ വിളിച്ചിട്ടേ നമ്മളെ താത്ത ചെയ്യണം. കുറച്ചൊന്നല്ല, താത്ത അടുത്ത് പെരിയിൽ പോയാ അവിടെ പോലുണ്ട്, ഇവിടെ പോലുണ്ട്, അങ്ങോട്ട് പോലുണ്ട്, ഇവിടെ എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെന്റെ പെങ്ങന്മാര്. അപ്പൊ ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മളെ ഭാര്യനെ തെറ്റിക്കാന്, ഭാര്യയോട് അറപ്പും വെറുപ്പുണ്ടാക്കാന് അങ്ങനെയുണ്ട്. കടലാജിക്ക് ചായക്ക് ആവശ്യം തോന്നില്ല. അപ്പോ ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെറുപ്പുകൾ, കറകളൊക്കെ അല്ലാഹു തആല തീർത്തു തരട്ടെ, അല്ലാഹു തആല തീർത്തു തരട്ടെ. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രബലമായ ഗ്രന്ഥങ്ങളാണ്. സഹീഹ് ബുഖാരിയും സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബത്തിൽ പിണക്കമുണ്ടാക്കിയവൻ സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല. സ്വർഗ്ഗത്തിൽ കിടക്കരുതോയി, സ്വർഗ്ഗത്തിന്റെ വെപ്പെന്ന് തരുകോയി, സ്വർഗ്ഗത്തിന്റെ വാസന പോലും പുതുക്കാൻ അവർക്ക് സാധ്യമല്ല. വലിയ വിഷയ. കുടുംബത്തോട് തുടങ്ങിയ ആപത്താണ്. അത് പരത്തി പറയണം. ഞാൻ എല്ലാം ഒരു തോണ്ടി പറഞ്ഞെന്ന് മാത്രം, അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ്. കുടുംബത്തോട് പിടഞ്ഞു നടക്കരുത്, അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പക്ഷേ നമ്മുടെ വഅദ് കേൾക്കുമ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഭാര്യ, ചിലപ്പോ ഭാര്യനോട് വെറുപ്പുണ്ടാകാൻ വേണ്ടി ഉമ്മാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാബുദാനൽ ജംറ, തീക്കട്ട കയ്യിൽ പിടിച്ച് അങ്ങോട്ടും വയ്യ അങ്ങോട്ടും വയ്യ. ഉമ്മാനോട് വല്ലാ മുണ്ടിയ, ഉമ്മാനോട് വല്ലാതെ മുണ്ടിയ ഇവര് കുടിപ്പിക്കാൻ. ഇതൊക്കെ നിർത്താനായിക്കൊണ്ട് ഇറ്റകളെ നിങ്ങൾ നിർത്താനുള്ള അടവാദമാണ്. അപ്പൊ ഞാൻ സമയം വെക്കുക ആകുണ്ട്, ഞാൻ നോക്കിയിട്ട് തന്നെ പറയണേ. അപ്പൊ ഞാൻ പറയണത് ഏതായാലും ഒരു 10 മിനിറ്റ് കൂടിയിട്ടാ, ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് എന്നിട്ടാണ് പോകാം. ഞങ്ങൾ സമ്മമായിട്ടാ പറയണേ. അപ്പോ ഞാൻ പറയണതേ, നോക്കി നിങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. നേരത്തെ നമ്മുടെ ഉമ്മയെ കുറിച്ച് പറഞ്ഞില്ലേ? ഉമ്മയുടെ മഹത്വം റസൂലുള്ള ബാപ്പയുടെ മഹത്വം പറഞ്ഞുവെങ്കിൽ നേരെ ഇപ്പുറത്ത് നമ്മുടെ ഭാര്യമാരുടെ മഹത്വം റസൂല വല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യമാരുടെ മഹത്വം സുബ്ഹാനല്ലാഹ്. ഒരിക്കലും തന്നെ പുരുഷന്മാരെ മുസ്ലിയാരെ വാഴ് കേട്ട് നമ്മുടെ മക്കളുടെ ഉമ്മയായ നമ്മുടെ ഭാര്യ ഉണ്ടല്ല, നമ്മുടെ കുടുംബത്തിൽ ആരെന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യ അകറ്റാൻ നോക്കിയാലും ആ പാവങ്ങളുടെ കണ്ണീര് കുടിപ്പിക്കരുത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഭാര്യമാരെന്ന് പറയുന്നത് സാധുക്കളാണ്, പാവങ്ങളാണ്. എന്റെ വാദം കേട്ടിട്ട് ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്നാ പെണ്ണിന്റെ കഞ്ചി മുടക്കരുതിട്ടാ, ആട്ടി വിടരുത്. നിങ്ങൾ
ഭാര്യമാരുടെ വാട്ടം നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമല. ഭാര്യമാരോട് തമാശ പറഞ്ഞാൽ, ഭാര്യമാരോട് തിരിച്ചു കളിച്ച് നടന്നാൽ അല്ലാഹു ദമ്പതികൾ റഹ്മത്ത് ചൊരിച്ചു കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ അടുത്തടുത്ത് കല്യാണം കഴിച്ച കുട്ടികള് ദേവർശ്വരം അങ്ങനെ വേലറുന്നുണ്ടെങ്കിൽ ഓടിപ്പൊട്ട് നിന്ന് ചിരിക്കാൻ നിൽക്കരുതട്ടാ. ആ പരിസരത്ത് അങ്ങനെ ഉമ്മ ഉണ്ടോ നോക്കാളി. ഹുസറാദ മുബീന, നിങ്ങളെ ജീവിതം തന്നെ പോകും. നിങ്ങൾ ഉമ്മാന്റെ മുമ്പിൽ വിട്ട് ചിരിക്കാൻ നിൽക്കരുതേ. ചില കുട്ടികളുണ്ട് കൊറലേന്ന് വിളിച്ചിട്ട് കിട്ടിപ്പോയി മാണിക്കക്കല്ലേ, എന്നിട്ട് പിന്നെ ഇവളെ ഉള്ളൂ, ഉമ്മ അപ്പുറത്തുണ്ടോ പെങ്ങന്മാരിപ്പുറത്തുണ്ടോ ആ നോട്ടൊന്നുമില്ല. നിങ്ങൾ പെങ്ങന്മാരുടെയും ഉമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് എത്ര ഭാര്യയോട് കൊഞ്ചിയോ അത്ര കണ്ട് ജീവിതം തകരും, തകിടം വന്നു. അതൊക്കെ നിങ്ങൾ റൂമിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കാളി, നല്ലോണം കൊഞ്ചിക്കാളി. പെങ്ങന്മാരുടെ മുന്നിൽ വെച്ച് കൊഞ്ചരുത്. പെട്ടെന്ന് പെങ്ങന്മാരും ഭാര്യയും തമ്മിൽ പ്രശ്നമാവും. ഉമ്മാന്റെ മുന്നിൽ വെച്ചും ഭാര്യയോട് വല്ലാതെ കൊഞ്ചരുത്. ഞാൻ പറഞ്ഞത് അധികപ്പത്തേറ്റാവണ്ട. എന്റെ കല്യാണം നടക്കുക. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഞാൻ ഉസ്താനത്ത് പോയി, അതിനാ ഞാൻ ഉസ്താനത്ത് പോയി. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഉമ്മക്കുണ്ടെന്ന് ഓർത്തോണ്ടിട്ട് പറഞ്ഞു. ഉമ്മക്കുണ്ട്, അത് വല്ലാത്തൊരു പാടായിട്ടാ, അതുകൊണ്ട് ഇന്നുവരെ കൊട്ടുണ്ടാക്കാൻ പോയിട്ടില്ല. അപ്പൊ പറയാ ഉമ്മ ഉണ്ടെങ്കിലേ വീട്ടിലാണ് ചെന്നാൽ ഉമ്മ ചോറ് ഉമ്മ ചായ ഇങ്ങനെ പറഞ്ഞാൽ മതി. എപ്പോ എവിടെങ്കിലും ബാല് കഴിഞ്ഞിട്ട് വീട്ടിലാണ് ചെന്നാലും ഉമ്മ ചോറാണമ്മ ചായണം, ഒരു 4 ഉമ്മാനെ വിളിച്ചിട്ട് ചോറ് ചായ ഉമ്മ തരുമൊന്നും വേണ്ട. അപ്പൊ ഉമ്മ പറഞ്ഞോളും ഓ വന്ന കണ്ടിയില്ലേ ചായ ചോറ് പിന്നൊക്കെ നമ്മളെ അത് റാഹത്താണ്. വല്ലാത്തൊരു ഉപദേശമായിരുന്നു. ഇതിവിടെ കിട്ടിപ്പോയി മാണിക്കക്കല്ല് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കൊറലിന്റെ തോളും കൈ പിടിക്കുക, പെങ്ങന്മാരുമ്പിൽ അങ്ങോട്ടും നടക്കാം അങ്ങോട്ടും നടക്കാം, നാശീകരമെടുത്ത ജീവിതമായി തീരും. അതോടെ എല്ലാ സ്നേഹം പോകും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഏതാനാവട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഭാര്യമാരോട് നല്ല ചെറിയും കളിയും തമാശകളൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് അറിയില്ലട്ടാ. ഞാൻ ബെറ്റല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് സമ്മതം ചോദിച്ചിട്ട് നല്ലോണം ഭാര്യമാരുടെ മഹത്വം പറയും. ഭാര്യമാരുടെ മഹത്വം എന്ന ഒരു സീഡി തന്നെ ഇറക്കിയിട്ടുണ്ട്. 3 മണിക്കൂർ വഴ പറഞ്ഞ ഇവിടെ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് നേരം പത്തോ ഉറങ്ങാൻ കഴിയില്ല. കേട്ടില്ലേ കണ്ടില്ലേ? ചിലപ്പോ അവര് ഇളകും, അവര് നിങ്ങളെ മാഷറ കണ്ടവരുണ്ടാവില്ല. അപ്പൊ വല്ലാതെ പൊക്കിയാലും ഇടങ്ങാറാൻ പറ്റുന്നത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ എഴുതിയ നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നല്ല ഉമ്മ 5 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 20ഓളം പുസ്തകങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ ഓരോന്നിങ്ങനെ എഴുതും. മഴക്കാലത്ത് മറ്റൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ എഴുതും. അല്ലാഹു കബൂലാക്കട്ടെ. അത് ഇപ്പൊ അടുത്തൊരു 5 പുസ്തകം നമ്മുടെ ഉമ്മ, നമ്മുടെ പിന്നെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബം, 5 പുസ്തകം ചെറിയ ചെറിയ രൂപത്തിൽ. അതുപോലെ തന്നെ ഭാര്യമാരുടെ മാറ്റം തുടങ്ങിയുള്ള പ്രധാന സീഡികൾ പറ്റുന്നൊരു വാങ്ങിക്കോളെ. കിട്ടിയാലേ കുട്ടികൾ തന്നാ വാങ്ങിക്കോളെ. അതിപ്പോ ഒരു ബിസിനസ്സും കാര്യമൊന്നല്ല. അതെന്തെങ്കിലും അതിന്റെ ഒരു ചെലവും കാര്യം, ഒരു വരുമാനമൊന്നുമല്ല നോക്കുന്നത്. അത് ഭൂമിയുടെ കയ്യിൽ എത്തിച്ചിട്ട് ഒരു ഭാര്യ വായിച്ചിട്ട് എപ്പോഴെങ്കിലും ഭർത്താവിനെ നനച്ചു കൂട്ടിയാ എന്റെ കബർക്കൊരു വെളിച്ചം കിട്ടും. ഭർത്താവ് ഭാര്യനെ നനച്ചു കൂട്ടിയാലും എന്റെ കബർക്ക് വെളിച്ചം കിട്ടും. ആ ഒരു നിയത്ത് വെച്ച് ഞാൻ എഴുതിയാലും. അതുകൊണ്ട് ചായ ഇതുവരെ കുടിച്ചിട്ടില്ല, കൊടുക്കാനോട്ട് ആഗ്രഹിക്കണമില്ല. അപ്പൊ ഏതായാലാവട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഓ മുസ്ലിമീങ്ങളെ സമയം വൈകുന്നു. ഞാൻ ഈ പ്രഭാഷം നിർത്തട്ടെ. നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മുത്തുകളാണ്, നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പിന്നുള്ള അനലാ. ഭാര്യയോട് എത്ര കണ്ട് തമാശ പറയുന്നത് അത്ര കണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മലപ്പുറത്ത് കുറെ വർഷം മുമ്പ് ആചാര്യപ്പള്ളി എന്ന സ്ഥലമുണ്ട്, അവിടെ ബാദിൽ പോയി. അവർ പെണ്ണ് എഴുത്തുന്നു, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലായി, ഇതുവരെ മൂപ്പര് ചിരിച്ചിട്ടേ ഇല്ല. ആ പെണ്ണ് എഴുതിയിരിക്കാന്ന്. അപ്പൊ വാദിന്റെ സദസ്സ് ചിരിച്ചിട്ടാൻ തുറക്കണം. ഞാൻ പറഞ്ഞ ആശം തിരിഞ്ഞോ? ആചാര്യ നിങ്ങൾക്ക് തിരിഞ്ഞ 20 കൊല്ലായിട്ട് ഒരു ഭാര്യനോട് ഭർത്താവ് ചിരിച്ചില്ല എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ജീവിതം എന്തായിരിക്കും? ആ പെണ്ണിന്റെ വേദന എന്തായിരിക്കും? ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, നമ്മൾ ചെറുവണ്ണൂരിൽ ഇല്ലട്ടാ. ചെറുവണ്ണൂർ പെടൂല. അങ്ങാടി ചെന്ന നല്ല മുത്താണ്. പള്ളിയിലെന്ന് ചെന്ന എന്തോ ഒരു സ്വഭാവം അറിയാം. ഒരു കമ്മിറ്റിയിലൊക്കെ ഇരുന്നാ വിരലടിച്ചാ കടിക്കൂല എന്നൊക്കെ പറയും. ഭാര്യന്റെ അരികിൽ അങ്ങ് വന്ന ആഫ്രിക്കൻ കുരങ്ങ് മോഡൽ ഉണ്ടാ മുഖം. ചില മാപ്പിളാര സ്വഭാവം നിങ്ങൾ പെർത്താലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല. ചില ഭർത്താക്കന്മാരെ എന്നിട്ട് ആ പെണ്ണ് മെല്ലെ പേടിച്ച് വന്നിട്ടേ ചായ എടുക്കട്ടെ പെണ്ണ്
അത് കേട്ടാ തന്നെ പെണ്ണ് തലവേദന വിളിച്ചു വന്നു. ആ ഉണ്ടമുഖം കേട്ടാൽ തന്നെ ഇതെന്ത് ഹംസ മാപ്പിളയാണ്, ഇതിനൊരു ഭർത്താവ് എന്നാ പറയേ? റസൂലുള്ളാഹി അങ്ങനല്ല പഠിപ്പിച്ചത്. ഭാര്യമാരോട് നല്ല തമാശ പറയണം, ചിരിച്ചു കളിച്ച് ഐഷൂ. ഹദീസ് കടന്ന ഉസ്താമാരൊക്കെ ഇവിടെ ഇരിക്കണ്ടല്ല. നോക്കി നിങ്ങള് ആയിഷ ബീവി ഒരു ചെറിയ വിഷമത്തിലാന്ന് കണ്ടാലേ റസൂൽ അങ്ങനെ പുറത്ത് വന്നിട്ട് ഐഷൂ ആയിഷമ്മ പറയാ, ആ വിളി അങ്ങ് കേട്ടാ എന്റെ എല്ലാ വിഷമം തീരും, ഞാൻ എല്ലാ റസൂലാണ് അടുത്ത് പോയിട്ടിരിക്കുന്നു. ആ ഐഷു നമ്മളെ വിളി കേട്ട 25 ദിവസം പെണ്ണ് പനിക്കും. ഐഷ 25 ദിവസം പെണ്ണ് പനിക്കും നമ്മളെ വിളി കേട്ടാല്. ചില മാപ്പിള ഇതൊക്കെ എന്തൊരു മാപ്പിളെ ഭർത്താവ് എന്ന് പറഞ്ഞ കനത്തില് ഇതൊന്നും അല്ലാന്ന്. ഭാര്യമാരോട് നല്ല ചിരിയും കളിയും തമാശകളൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രായപരിധിയൊന്നുമില്ല പൊന്നാരാജുമാരെ. ഇവിടെ 10-60 വയസ്സുള്ള ആജുമാരൊക്കെ ഉണ്ട്, പ്രായപരിധിയൊന്നുമില്ല. നിങ്ങളിത് ബാല് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും മെല്ലെ പോയിട്ട് വീട്ടിൽ നിന്ന് പുതന്നെ ഒന്ന് വിളിച്ചോ കാര്യങ്ങളെ ഭാര്യനെ. പുതിയെണ്ണു അതെ അടുക്കളയിൽ നിന്ന് മക്കളെ എന്റെ പുതിയാപ്പിള വന്നിട്ടുണ്ട്. പുതിയാപ്പിളെ അല്ല പേരക്കുട്ടികളെ വല്യമ്മയും വല്ലിപ്പിയ പറ്റങ്ങള് ഇവരിപ്പോഴും പുതിയാപ്പിളെന്ന് വിളിച്ച അൽഹംദുലില്ലാഹ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പാവിക്കളിക്കാം. മക്കളെ സ്വഭാവം നന്നാകും. ഇത് നമ്മുടെ കീരും പാമ്പ. പിന്നെ ഉസ്താദേ തോർക്കണം തങ്ങളെ തോർക്കണം എന്നറിയാം. ഞങ്ങൾ കുട്ടികളെന്നാകാം. വീട്ടിൽ ചെന്നാൽ നമ്മള് റബ്ബർബന്ധമായിട്ട പോലെ ഇരിക്കും. മക്കളിത് കാണുന്നില്ലേ? ഭാര്യമാരോട് എപ്പോഴും ചിരിയും കളിയും തമാശകളൊക്കെ. ചില വാപ്പാരുണ്ട്, ചെറുവണ്ണൂരൊക്കെ ഉണ്ടാ, ചില വാപ്പാരുണ്ട് അതോ മക്കള് ഉപ്പാനെ കണ്ട ബദിരീങ്ങൾ വിളിച്ചോടും. ചിലയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ ചെറുപ്പക്കാരെങ്കിലും എല്ലാം വരികയാണ്. അപ്പൊ വരാന്തിനുണ്ട് വാപ്പ പത്രം വായിച്ചിരിക്കുക, കാലും 2 കാലും ഒരുമിച്ച് കയറ്റിയിരുന്നിട്ടാ, എന്നിട്ട് പത്രം വായിച്ചിരിക്കുക. അപ്പൊ ഉപ്പാനങ്ങ് കണ്ടപ്പോ ഇവനെ ബദിരീങ്ങളെന്ന് വിളിച്ച അടുക്കളയ്ക്ക് ഒരോട്ടം. അപ്പൊ ഉമ്മ ഇങ്ങനെ ഇവന്റെ കിതപ്പ് കണ്ടപ്പോ ഉമ്മ എന്താടാ വെച്ചു, അവിടെ വാപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിലിപ്പോ ആന ഇറങ്ങണ സമയം, അപ്പൊ ആനുണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ വാപ്പുണ്ട്. അപ്പൊ ഉപ്പാക്കതെ എന്റെ മോനല്ല അതബുള്ള പൊന്നാര അജരെ കൊതബ് എന്നാ പറയാ, അതിനൊന്നും അതബ് എന്ന് പറയില്ല. ഞാൻ അത്രയും വയസ്സായ ഉപ്പമാരോട് പറയുന്നുള്ളൂ, അതിനൊക്കെ കൊതബ്. ഇപ്പൊ എന്റെ ഉപ്പ ഹയാത്തിലുണ്ട്. ഞാൻ നാളെ എന്റെ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് ഇന്ന് ഞാൻ പോണ സാധാരണ ദർസിലേക്കാ പോവുക. അപ്പൊ നാളെ ഉദാഹരണം പറയാം, എന്റെ ഉപ്പാന്റെ അടുത്ത് ചെന്നാ എന്റെ ഉപ്പടാ ഇന്ന് എവിടെടാ വയല്, എന്നിട്ട് എന്റെ ഭാര്യനെ വിളിച്ചു മോളെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക, അവപ്പോ പോകും. എന്നിട്ട് എന്റെ വാപ്പന്നെ കല്യാണം കെടുത്ത ധീരിന്റെ പടയാളികളെ, സുമുഖരായ ചെറുപ്പക്കാരെ, ധീരാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് പ്രവൃത്തികൊണ്ട് അവന്റെ ഭാര്യ എങ്ങാനും കണ്ണീരെടുത്തിട്ടായാൽ ഭർത്താവിന് വല്ലാത്ത ശിക്ഷയുണ്ട്. അന്ന് തന്നെ അവളോട് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ഭർത്താവിന് കഠിനമായ ശിക്ഷയുണ്ട്. ഒരു പെണ്ണിന്റെ ഈ അടുത്ത് ഒരു സഹോദരി, ആ സഹോദരിയുടെ ബാപ്പ മരിച്ചു വന്നു. അപ്പൊ ഇവന്റെ വാശിയൊക്കെ നിങ്ങള് മരിച്ചാലും ശരി പള്ളിക്കാട്ട് കൊണ്ടുവച്ചാൽ നീ പോകരുത്, നീ പോകരുത്. സംഭവം ഭർത്താവിന്റെ അനുവാദമല്ലാതെ പോകാൻ പറ്റില്ല. പക്ഷെ സ്വന്തം ബാപ്പ മരിച്ചു കിടന്നിട്ട് പറഞ്ഞേക്കാതിരിക്കുമ്പോ ഈ പെണ്ണ് കരഞ്ഞാൽ ആ കരച്ചിൽ കാരണം ഭർത്താവിന് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയുണ്ട്. ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുക. ഭാര്യമാര് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒന്നും അല്ലട്ടാ, പാവങ്ങളാണ്. ഈ ഉമ്മ ഔലാദിക്ക, നിങ്ങളുടെ മക്കളുടെ ഉമ്മയല്ലേ ഭാര്യമാർ എന്നാ റസൂലുള്ളാഹി ചോദിച്ചത്. സല്ലു സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ ഉമ്മയാ. അബൂ ഹംസത്ത് എന്നവര് പള്ളിയിലേക്ക് പോകുമ്പോ അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ ഭാര്യ നല്ല തല്ലുന്നു, നല്ലോണം തല്ലുന്ന മനുഷ്യന്മാർ ഇവിടെ തല്ലാറുണ്ടാ. അജരെ ഇവിടെ ഇങ്ങോട്ട് കിട്ടാറുണ്ടാ. ഞാൻ കണ്ണൂർ വാദനയായി. ഞാൻ കണ്ണൂർ വാദനയപ്പോ ഞാൻ ചോദിച്ചപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ അടിക്കരുത്, പുരുഷന്മാർ സ്ത്രീകൾ അടിക്കരുത് ചോദിച്ചു. അപ്പൊ ഒരു ബയസ്ത ആചാര്യന്റെ സ്റ്റേജിന് ആളെന്നോട് പറഞ്ഞു, ഉസ്താദെ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല് ഉസ്താദെ. അള്ളാഹു ആലം, അയാൾ ഇനി തമാശ പറഞ്ഞതാണ് അതൊന്നും എനിക്കറിയില്ലട്ടാ. ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാ അടി? അതോ പള്ളിക്കാട്ട് പോയി കിടക്കാൻ തന്നെ കേട്ടാ. ഭാര്യ അടിച്ചിട്ടൊക്കെ നടക്കുക എന്ന് പറഞ്ഞാലേ അള്ളാഹു കാക്കട്ടെ. അപ്പോ ഭാര്യമാരടി പെണ്ണിന് ഇസ്ലാം മതത്തിന് സ്വാതന്ത്ര്യമില്ല എന്ന് അടിച്ച് വിളംബരം ചെയ്ത് കളയുന്നത്. വേറെ എവിടെയാണ് പെണ്ണിന് സ്വാതന്ത്ര്യം